ഷലോം, ഞെറീന ഫ്രാൻസിസ് യെരൂശലേമിൽ നിന്നും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഷബാത്ത് ഷലോം. ഇന്ന് ശനിയാഴ്ചയാണ്, ഷബാത്ത് ദിവസമാണ്. അപ്പോൾ സകല യഹൂദന്മാരും ഇന്ന് ഷബാത്ത് ആചരിച്ചുകൊണ്ട് അവർ സിനഗോഗുകളിലൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്ന ദിവസമാണ്. അവർ റെസ്റ്റ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നാട്ടിലും കുറേ ആൾക്കാർ ശബത്ത് ഫോളോ ചെയ്യുന്നവരുണ്ട്. എന്നെ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് പേര് ശബത്തിനെ ഫോളോ ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല വൃത്തിയാണെന്നും അറിയാം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നതിൽ സന്തോഷിക്കുകയാണ്. കാരണം ഇത്രയും ദിവസങ്ങൾ ഞാൻ എന്തൊക്കെയാണോ നിങ്ങളോട് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പല ആവർത്തിയിൽ പല ലൈവുകളിലായിട്ട് പലപ്പോഴും ഇനി ലോകത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത്, ഈ ലോകം എത്ര വലിയ അപകടത്തിലേക്കാണ് പോകുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ. ആക്ച്വലി ഇന്നലെ മെനിഞ്ഞാന്നാണെന്ന് തോന്നുന്നു, ടൈംസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇരുമ്പ് കസേരയിലിരുന്ന മുഖ്യമന്ത്രിയെ പെട്ടെന്ന് എല്ലാവർക്കും ടൈംസ് സ്ക്വയർ എന്ന് കേട്ടാലേ ഇരുമ്പ് കസേരയിലിരുന്ന മുഖ്യമന്ത്രിയാണ് എല്ലാവർക്കും ഓർമ്മ വരുന്നത് തന്നെ. അപ്പോൾ ഈ ടൈംസ് സ്ക്വയർ എന്ന് പറയുന്നത് ന്യൂയോർക്ക് സിറ്റിയുടെ ഒരു ഹൃദയഭാഗമാണ് ടൈംസ് സ്ക്വയർ എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഈ ന്യൂയോർക്ക് സിറ്റിയുടെ ഹൃദയഭാഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ടൈംസ് സ്ക്വയറിൽ ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് വന്നു ചേരുന്നത് ടൈംസ് സ്ക്വയറിൽ തന്നെ, അവരുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവിധ ആഡംബരത്തോടു കൂടി ജീവിക്കുന്ന എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഈ ടൈംസ് സ്ക്വയറിൽ വന്ന് അവർ ഭയങ്കര അവരുടെ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ എല്ലാ വശങ്ങളും അവർക്ക് പ്രകടമാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ടൈംസ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ടൈംസ് സ്ക്വയറിൽ നമ്മുടെ തുലുക്കന്മാരെല്ലാം കൂടിയിട്ട്, അതായത് ടൈംസ് സ്ക്വയർ എന്ന് പറയുന്നത് ന്യൂയോർക്ക് സിറ്റിയുടെ ടൈംസ് സ്ക്വയറിനകത്ത് സകല തുലുക്കന്മാരും അവിടെ കൂടിയിട്ട് തള്ളാഹു കുക്കുംബർ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന എല്ലാ തുലുക്കന്മാരും ടൈംസ് സ്ക്വയറിനകത്ത് നടത്തി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ട്രംപിന്റെ മകൻ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂയോർക്ക് നഗരം വീണിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ന്യൂയോർക്ക് നഗരം വീണിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ. ഇനി അതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത്, ന്യൂയോർക്ക് നഗരത്തിന്റെ മേയറായിട്ട് മത്സരിക്കാൻ പോകുന്നത് സുഹറ മസ്താനി എന്ന് പറയുന്ന ഒരു പാകിസ്ഥാൻകാരനാണ് മത്സരിക്കാൻ പോകുന്നത്. അവന്റെ അപ്പൻ എന്ന് പറയുന്നത് മുസ്ലിങ്ങളെല്ലാം തന്നെ നല്ലവരാണ് എന്ന് പറഞ്ഞ, ചീത്ത മുസ്ലിങ്ങളോ നല്ല മുസ്ലിങ്ങളോ എന്നൊന്നുമില്ല, എല്ലാവരും നല്ലതാണ് എന്നുള്ള രീതിയിലാണ് ഇവരെല്ലാരും പ്രചരിപ്പിക്കുന്നത് തന്നെ. അപ്പോൾ ടൈംസ് സ്ക്വയർ എന്ന് പറയുന്ന ന്യൂയോർക്ക് നഗരം, ന്യൂയോർക്ക് സിറ്റി, അവിടെ പോലും തുലുക്കന്മാര് ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ബാബിലോൺ എന്ന് ഇപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്നത് ടൈംസ് സ്ക്വയർ അമേരിക്കയാണ് ഇപ്പോഴത്തെ ബാബിലോൺ. പണ്ട് ബാബിലോൺ എന്ന് പറയുന്നത് ഇറാഖിനെയാണ് ബാബിലോൺ എന്ന് പറഞ്ഞിരുന്നത് പണ്ട്. പക്ഷേ ഇറാഖ് അതിന്റെ സാമ്രാജ്യാധിപത്യമൊക്കെ കഴിഞ്ഞു. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ദൈവവചനത്തെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായിട്ടുള്ളതും ആത്മീയ സോതോം എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നു, ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടേക്കാണ് ദൈവം തന്റെ തീ അയച്ചതും ഒക്കെ സോതോം എന്ന് പറയുന്ന രാജ്യത്താണ്. പക്ഷേ ഇപ്പോൾ ആത്മീയ സോതം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് യെരൂശലേമിനെയാണ് ആത്മീയ സോതം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാ? യെരൂശലേം നഗരം വരയ്ക്കും എത്തിക്കഴിഞ്ഞു. യെരൂശലേമിന് വിശുദ്ധ നഗരം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് തന്നെ. ആ വിശുദ്ധ നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യെരൂശലേം വരയ്ക്കും ഈ LGBTQ ആധിപത്യം വന്നു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് യെരൂശലേമിനെ ഇപ്പോൾ ആത്മീയ സോതോം എന്ന് വിളിക്കപ്പെടുന്നത് തന്നെ. അപ്പോൾ ഇതുപോലെ ഒരു കാലത്ത് നെബൂഖദ്നേസറിന്റെ ആധിപത്യമുള്ള ലോക സാമ്രാജ്യത്തിൽ തന്നെ ഇളക്കി മറിക്കാമെന്നൊരു സാമ്രാജ്യ ശക്തിയായിരുന്നു ഇറാഖ് എന്ന് പറയുന്നത് തന്നെ. പക്ഷെ പിൽക്കാലത്ത് ഈ ബൈബിൾ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ബാബിലോണിന്റെ വീഴ്ച, ബാബിലോൺ തകർന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഇറാഖിനെ കുറിച്ചുള്ള പ്രവചനമാണെന്ന് പറഞ്ഞുകൊണ്ട്. ആത്മീയമായ ബാബിലോൺ എന്ന് പറയുന്ന വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കയാണ്. നിങ്ങൾ ഈ പെന്തക്കോസ്തുകാര്, അതായത് ദൈവവചനത്തെ ഫോളോ ചെയ്യുകയും ദൈവവചനം ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് കത്തോലിക്കയിലുള്ളവരെയും യാക്കോബറ്റുള്ളവരെയും
ബന്ധത്തിലുള്ളവരെയും ഓർത്തഡോക്സിലുള്ളവരെയെല്ലാം തങ്ങളുടെ ഭാഗത്തേക്ക് വലിച്ചു കഴിച്ചു കൊണ്ടുവരാൻ വേണ്ടി പെന്തക്കോസ് എന്ന് പറയുന്നൊരു സമൂഹമാണ് ഇറങ്ങി നടക്കുന്നത്. അവരിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ തൊട്ട് അവസാനിച്ചു കഴിഞ്ഞു. ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് സ്വർഗമാണ്. വേറൊരു കടമ്പ ഇനി കറക്കണ്ട. ഇനി ബന്ധക്കോസിൽ എത്തിക്കഴിഞ്ഞാൽ, അതായത് ആത്മീയ പഠിപ്പിക്കൽ എവിടം വരെ പോയിരിക്കും നിങ്ങൾ നോക്കിക്കോണം. എന്റെ പ്രിയ സഹോദരങ്ങളെ, എന്നെ കേൾക്കാതെ നിങ്ങൾ കുറെ കാലം വരെയും നിങ്ങൾ ഇപ്പൊ എന്നെ കേട്ടവരായിരിക്കും. ഒരു കാലം വരയ്ക്കും ചിലപ്പോൾ നിങ്ങൾ എന്നെ കേട്ടിട്ടുള്ളവരായിരിക്കും. ഒരു കാലം വരയ്ക്കും നിങ്ങൾ എന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളെ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചിട്ടുള്ളവരായിരിക്കും. പിൽക്കാലത്ത് നിങ്ങൾ വന്ന് പറയുന്നുണ്ടായിരിക്കും, അയ്യോ റീന, ഞങ്ങൾ ഒരു കാലത്ത് റീന ദൈവവചനം പറയുന്നതൊക്കെ നല്ലതുപോലെ ഞങ്ങൾ കേൾക്കുമായിരുന്നു, റീന ദൈവവചനം പറയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു, പക്ഷെ പിന്നീട് റീന അങ്ങ് മാറിപ്പോയി, റീന പിന്നീട് ഇപ്പൊ തെറി വിളിക്കാൻ തുടങ്ങി എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങ് ഇടർച്ചക്കല്ലിന്മേൽ തട്ടി കാലയെ കുത്തി വീണിട്ട് കുറെ എണ്ണങ്ങൾ പോയിട്ടുണ്ട്. ഞാൻ എന്തിനാണ് സംസാരിക്കുന്നത്, ഞാൻ എന്താണ് ഈ പറയുന്നത്, എന്താണ് നിങ്ങൾ ഈ ലോകത്ത് വരാൻ പോകുന്ന ആപത്ത് എന്നതിനെക്കുറിച്ച് മുൻസൂചന നിങ്ങൾക്ക് തന്നുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്റെ പേജ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും അന്നു മുതൽ ഇന്നു വരെയും ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു പേജാണ് എന്റെ പേജ് എന്ന് പറയുന്നത്. ഇതുവരെയ്ക്കും ഞാൻ ആ ഒരു കാര്യത്തിൽ ഏർപ്പെട്ടിട്ടില്ല. കാരണം പണം സമ്പാദിക്കാനുള്ള ഒരു ഉപാധിയായി മാറിക്കഴിഞ്ഞാൽ, ഈ പേജിൽ നിന്നും വരുമാനം വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ വ്യൂവേഴ്സിനെ നോക്കിയിട്ട് വേണം പിന്നീട് ഞാൻ വീഡിയോ ചെയ്യാനായിട്ട്. സത്യങ്ങൾ എനിക്ക് വിളിച്ചു പറയാൻ പറ്റാത്ത വിധത്തിൽ ഇതിന്റെ വ്യൂവേഴ്സിനെ אני יודעת. כן? גם אוכל ומים. עכשיו האוכל, לא מים. ഒരു മിനിറ്റ് പ്രിയ സഹോദരങ്ങൾ, ഇപ്പൊ വരാവേ. וגם צריך להוריד אותה קצת.
സോറി സഹോദരങ്ങളെ, ദയവ് ഇത് ക്ഷമിക്കുക. ഞാൻ ഓക്കെ. അപ്പം ഫേക്ക് ഐഡിയയിൽ വരരുത് ദയവ് ചെയ്ത്. ഓക്കെ. അപ്പം പ്രിയ സഹോദരങ്ങളെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പം ഞാൻ എൻ്റെ വീഡിയോസുകൾ, കുറേ വീഡിയോസുകൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ എന്താ പറയുന്നത്, ഇതിനു മുമ്പ് ഞാൻ പറയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് പറയേണ്ടതെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ സംഭവിക്കാൻ പോകുന്നത്, ലോകത്ത് എന്തൊക്കെ നടക്കും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്കൊരു ധാരണ നിങ്ങൾക്ക് ഞാൻ പലവട്ടവും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന സമയത്തൊക്കെ ഞാൻ പറയുന്നതെല്ലാം ആ സമയത്ത് ഞാന് നിങ്ങളുടെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്ന സമയത്തെല്ലാം പലരും ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാതെയാണ് പലപ്പോഴും എന്ത് ചെയ്തിട്ടുള്ളത്, പോയിട്ടുള്ളത് തന്നെ. ഇപ്പോൾ നിങ്ങൾ ഇതിന്റെ ഗൗരവം ഇനി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ മറുനാടൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനെതിരെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിന്റെ വീഡിയോ നിങ്ങൾ എന്റെ ഫേസ്ബുക്ക് പേജിനകത്ത് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ദയവ് ചെയ്ത് പരമാവധി ആ വീഡിയോ നിങ്ങൾ കാണുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യണം. അതിനകത്ത് കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കേവലം മറുനാടനെ കുറിച്ച് മാത്രമല്ല, എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചും ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ മറുനാടൻ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്, ഞാൻ അതിനെതിരെ വീഡിയോ ചെയ്തത് കൊണ്ട് തന്നെ മറുനാടൻ ഇപ്പൊ വീണ്ടും കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തു പറയുന്നത്, ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ മറുനാടൻ വീണ്ടും ചെയ്തു വന്നിട്ടുണ്ട്. ഇസ്രായേലിലെ കെട്ടിടങ്ങൾ നശിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തതിനെ എതിർത്താണ് ഞാനൊരു വീഡിയോ ചെയ്തത്. ദയവ് ചെയ്ത് എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ ഒറ്റ കാര്യം പറയുകയാണ്. മറുനാടൻ മലയാളി എന്ന് പറയുന്ന ആ മാധ്യമ ചാനലിന്റെ പ്രവർത്തകനെ ഒരു കാരണവശാലും നിങ്ങൾ വിശ്വസിക്കരുത്. കുടിച്ച വെള്ളത്തിൽ അവനെ നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾ ഹിന്ദുക്കളോട് എനിക്ക് പ്രത്യേകിച്ച് പറയുവാനുള്ളത്, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഹിന്ദുക്കളുണ്ടെങ്കിൽ ഇവനെ ദയവ് ചെയ്ത് ഹിന്ദുക്കളുടെ ഒരു സമ്മേളനങ്ങളിലും നിങ്ങൾ വിളിച്ചു നിർത്തി ഇവനോട് സംസാരിപ്പിക്കരുത്. നിങ്ങൾ ചെയ്യുന്ന വലിയൊരു ചതിയാണ്. നിങ്ങൾ ചെയ്യുന്ന ഹിന്ദു സമൂഹത്തോട് ചെയ്യുന്ന ചതിയാണ്, ക്രൂരതയാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. കാരണം അവന്റെ സ്വഭാവവും അവന്റെ ബുദ്ധിയും നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ മറുനാടൻ എന്ന് പറയുന്നവൻ ഇലക്ഷൻ സമയത്ത് അവന്റെ പ്രവർത്തനം നിങ്ങൾ കണ്ടാൽ മതി. ഇലക്ഷൻ സമയത്ത് അവൻ കൃത്യമായിട്ട് അവൻ കോൺഗ്രസിനെ മുൻനിർത്തിക്കൊണ്ട് മാത്രമേ ഇലക്ഷന്റെ പ്രചരണവും അതിനനുസരിച്ചുള്ള വീഡിയോകളും മാത്രമേ അവൻ ചെയ്യത്തുള്ളൂ. കോൺഗ്രസ് ജയിക്കുമെന്ന് അടിവരയിട്ട് ജനങ്ങളുടെ മനസ്സിനെ മുഴുവനെയും കോൺഗ്രസിന്റെ പക്ഷത്തേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് മറുനാടൻ ചെയ്യുന്നത്. ഈ കോൺഗ്രസ് ജയിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് സാമാന്യ ബോധമുള്ള, ബുദ്ധിയും ബോധവുമുള്ള കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ അറിയാതെ പോയ, നിങ്ങൾ മനസ്സിലാക്കാതെ പോയ ഒരു വലിയൊരു അപകടം കോൺഗ്രസിന്റെ മറവിൽ മറഞ്ഞിരിക്കുകയാണ്. ഇനി കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ ജയിച്ചു വന്നാൽ നിങ്ങൾ വിചാരിക്കുന്നത് കണക്ക് നിങ്ങൾക്കൊരു കാരണവശാലും കേരളത്തിൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റത്തില്ല. കോൺഗ്രസിലെ സകല നേതാക്കന്മാരും ഈ പിന്നിൽ നിന്നുകൊണ്ട് സുഡാപ്പികൾ ഭരണം നടത്തുന്ന കാലത്തിലേക്ക് കേരളം പോകാൻ പോയി അതിന് ഒറ്റുകാരായി മാറുകയാണ് കേരളത്തിലെ മാധ്യമ ചാനലുകൾ. അതിനകത്ത് ഏറ്റവും പങ്ക് വഹിക്കുന്നത് ഈ മറുനാടൻ മലയാളിയാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിയും ബോധവും ഒഴിച്ച് നിങ്ങൾ നന്നാകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വയം നന്നാകുക പ്രിയ സഹോദരങ്ങളെ. ഒരിക്കലും ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു കൂട്ടം സമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരിക്കലും ഇസ്ലാമിക തീവ്രവാദത്തെ ചെറുത്തു നിൽക്കത്തില്ല. ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഒരു കൂട്ടം സമൂഹം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഒരിക്കലും ഇസ്ലാമിക തീവ്രവാദത്തെ ചേർത്തു നിൽക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയപ്രാപ്തിയോടുകൂടി പ്രതിരോധിച്ച് നിൽക്കത്തക്കവണ്ണം പഠിച്ച് ആർജവത്തോടുകൂടി നിൽക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം കൊഞ്ഞാട്ടയാകും എന്ന് പറഞ്ഞാൽ കൊഞ്ഞാട്ടയാകും പ്രിയ സഹോദരങ്ങളെ.
ഇത് സത്യമായ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ പലവട്ടവും നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുകയാണ്. ഞാൻ പലവട്ടവും നിങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട് പറ്റിയ ആപത്ത് ഇപ്പോഴും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക, അതിന്റെ വില നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ കേരളത്തിലെ മാത്രമല്ല ലോകത്തെ മുഴുവനെയും പിടിച്ചടക്കുവാൻ സാമ്രാജ്യ ശക്തികൾ ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ വേരൂന്നിക്കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, കേരളത്തിൽ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിപ്പോഴല്ല എപ്പോഴേ ഉള്ളതാണ്. ഈ സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോൾ ഉറങ്ങിക്കിടക്കുകയാണ്. അവർ കേരളത്തിലെ കോൺഗ്രസ് ഭരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെ പോലുമല്ല, കോൺഗ്രസ് ഭരണമാണ് അവർക്ക് പ്രധാനമെന്ന് പറയുന്നത്. ഈ കോൺഗ്രസ് ഭരണത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. കാരണം കോൺഗ്രസിലൂടെ മാത്രമേ അവർക്ക് ഈ ഭരണ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, അത് വലിയൊരു ആപത്തിലേക്കായിട്ട് പോകുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പണി എരന്നു വാങ്ങിക്കും. മറുനാടൻ മലയാളി വളരെ തന്ത്രശാലിയായ ഒരു യൂട്യൂബറാണ്. അവന്റെ ലക്ഷ്യം വ്യൂവേഴ്സ് ആണ്, അതിൽ കിട്ടുന്ന വരുമാനമാണ്. ജനങ്ങളെ മുഴുവൻ താൻ സത്യമാണ് പറയുന്നത് എന്നുള്ളൊരു വ്യാജേനെ ജനങ്ങളെ പറ്റിക്കുകയാണ്. സത്യമാണ് ഞാൻ പറയുന്നത് എന്നുള്ള വ്യാജേനെ അവന്റെ വീഡിയോസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പ്രിയ സഹോദരങ്ങളെ, പല വീഡിയോസുകളും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, സുഡാപ്പിയെ പതുക്കെ നിന്ന് പ്രീണിപ്പിക്കും. പല വീഡിയോസുകളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനകത്ത് മുഴുവനും ഈ ഹിന്ദുക്കളെയും അവന്റെ വ്യൂവർഷിപ്പ് മുഴുവനും ആരാ? ഹിന്ദുക്കൾ, ക്രിസംഗികളും സംഘികളും എന്ന് പറയുന്നവരാ. അവരെ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയതായ രീതിയിൽ പതുക്കെ ഒരു സുഖിപ്പിച്ചുള്ള വീഡിയോകളൊക്കെ ചെയ്യുക എന്നുള്ള തരത്തിൽ ശ്രദ്ധിക്കുന്നതാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, മഹേഷ് കുമാർ, ചേച്ചിയുടെ ലക്ഷ്യം എന്താണോ? എന്റെ ലക്ഷ്യം മന്ദബുദ്ധികളായിട്ടിരിക്കുന്ന കുറെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ കാര്യം മനസ്സിലാക്കി നീയൊക്കെ ഉണർന്ന് ജാഗരിക്ക്. നിങ്ങളുടെയൊക്കെ മൂട്ടിന്റെ താഴെ അബ്ദുള്ള സി കുഞ്ഞി അബ്ദുൾ അസീസ് കുന്നിക്കോട്ടുപറമ്പ്. എന്താ മോനെ? എന്താ അബ്ദുൾ അസീസ് കുന്നിക്കോട്ടുപറമ്പിലെ? നീ ഇതുവരെയ്ക്കും കണ്ടിട്ടില്ലല്ലോ, ഇനി കാണും. ഇത്ര സത്യസന്ധമായ കാര്യങ്ങൾ തുറന്നു പറയുന്നൊരു ചേച്ചിയെ നീ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെങ്കിൽ ഇനി നീ കണ്ടു തുടങ്ങും. നീ കാണാത്തത് വല്ലപ്പോ കൂടി എന്റെ പേജ് കയറി വരുന്നത് കൊണ്ടാ. നീ തുടരെ വന്നിരുന്നെങ്കിൽ തൂറാന്റെ പുസ്തകവും തള്ളാകും ഒക്കെ ആരാണെന്നുള്ളത് വളരെ സത്യസന്ധമായി തന്നെ ജനങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു കൊടുത്തോണ്ടേ ഇരിക്കുകയാ. മനസ്സിലായോ? റീന നിന്ന് സംസാരിക്കുന്നത് പോലെ കേരളത്തിലെ ആരും തന്നെ ഇനിയിപ്പോ എക്സ് മുസ്ലിങ്ങളാകട്ടെ, ഈ എക്സ് മുസ്ലിങ്ങൾക്ക് പോലും ഒരു പരിധി വരെ ഉണ്ട് അവർക്കൊക്കെ സത്യങ്ങൾ പറയണമെങ്കിൽ. പക്ഷെ ഞാൻ ഇന്ന് പറയുന്നത് പോലെ ഒറ്റ മനുഷ്യരും കേരളത്തിൽ പറയുന്നില്ല, ഒരിടത്തും പറയുന്നില്ല എന്നുള്ള. കേരളക്കര കേൾക്കുന്ന ഒരു ശബ്ദമുണ്ടെങ്കിൽ അത് എന്റെ ശബ്ദം തന്നെയാ. കാരണം ഈ തുലിക്കന്മാർക്ക് പറ്റിയ ആള് ഞാൻ തന്നെയാ. അല്ലാതെ വേറൊരെണ്ണം കേരളത്തിൽ എന്നെപ്പോലെ വേറൊരാൾക്ക് നിന്ന് ഇവന്മാരോട് പയറ്റി നിൽക്കാൻ പറ്റുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. നടക്കുന്ന കഥയൊന്നുമല്ല. മനസ്സിലായോ? അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, എന്റെ ലക്ഷ്യം വേറൊന്നുമല്ല. എന്റെ ലക്ഷ്യം വേറൊന്നുമല്ല, നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സമൂഹം നിങ്ങളെ രക്ഷപ്പെടുത്തില്ല. കഴിഞ്ഞ ദിവസം മാഹീൻ എന്ന് പറയുന്ന ആ വൃത്തികെട്ടവൻ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യൻ ആർമി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടത്? ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിടാൻ കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട്, ഒരു സ്ത്രീയെ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഒരു സ്ത്രീ എന്ത് ചെയ്യും? അവളുടെ വിവാഹശേഷം അവൾ നെറ്റിയിൽ കുങ്കുമം ധരിക്കും. അത് അവരുടെ ഇന്ത്യൻ സംസ്കാരമാണ്, ഇന്ത്യൻ കൾച്ചറാണത്. അതിന്റെ ഭാഗമായിട്ട് ആ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അവളുടെ സിന്ദൂരം അഴിച്ചു മാറ്റണം എന്നുള്ളതാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ട് സഹോദരങ്ങൾ, എനിക്ക് പറ്റിയ ഈ ഫോണിലേക്ക് ആ വീഡിയോ, മാഗിന്റെ വീഡിയോ ഒന്ന് അയച്ചു തന്നാൽ വളരെ ഉപകാരമായിരുന്നു പ്രിയ സഹോദരങ്ങളെ. മോനെ, മാഗിന്റെ വീഡിയോ ഈ ഫോണിലേക്ക് ഒന്ന് ജസ്റ്റ് നീ ഒന്ന് അയച്ചു തന്നെ. അനുക്കുട്ടി, മഹേഷിന്റെ ഇന്നും മാഹിന്റെ ആ വീഡിയോ ഒന്ന് വാങ്ങിച്ച് ഇതിനകത്തൊന്ന് സെൻഡ് ചെയ്ത് തരാൻ പറ മോളെ. നീ ഒന്ന് സെൻഡ് ചെയ്ത് തന്നെ.
അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ മാഹീൻ എന്ന് പറയുന്നവൻ, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ ആർമിയുടെ പോരാട്ടമാണ്. ഇന്ത്യയെ സ്നേഹിക്കുന്ന, ഭാരതത്തെ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യന്റെയും രക്തത്തിൽ നിന്നും ഉരുത്തിരിയേണ്ട ഒന്നാണ്. എന്തുവാ? ഓരോരുത്തരുടെയും രക്തത്തിൽ ഉരുത്തിരിയേണ്ട ഒരു കാര്യമാണ് എന്തുവാ? ഓപ്പറേഷൻ ആർമിയുമായിട്ട്, സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. കാരണം പഹൽഗാമിൽ വന്ന് പച്ചയ്ക്ക് തീവ്രവാദികൾ മതം പറഞ്ഞ് എന്തുവാ കഴുത്തിൽ എന്തുവാ അവരുടെ സാധനം ഉണ്ടല്ലോ, ഒരു കൊണാപ്പിലെ സാധനം അവർ പറയിപ്പിക്കുന്ന കലിമ ചൊല്ലാത്തവരെ വെടിവെച്ച് കൊന്ന സംഭവത്തിന്റെ ഭാഗമായിട്ട്, അതിന്റെ ഭീകരതയ്ക്ക് വേണ്ടി അതിനെതിരെ ഉള്ള യുദ്ധത്തിന്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു യുദ്ധമാണ് പാകിസ്ഥാനുമായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ. അപ്പൊ നമ്മുടെ നാട്ടിലെ തുലുക്കന്മാരെല്ലാം നിങ്ങൾക്കറിയാമല്ലോ, എല്ലാവന്മാരുടെ മനസ്സ് എവിടെയായിരുന്നു? പാകിസ്ഥാന് വേണ്ടിയിട്ടായിരുന്നു. എല്ലാവന്മാരുടെയും മനസ്സ് പാകിസ്ഥാനോട് ചേർന്നങ്ങിരിക്കുമായിരുന്നു. ആർക്കും തന്നെ എന്ത് ചെയ്യുന്നില്ല, ആർക്കും തന്നെ ഇന്ത്യയോടൊരു കൂറ് ഇല്ലായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. ആ സമയത്ത് ഈ തുലിക്കന്മാർക്ക്, ഇവന്മാരുടെ എല്ലാം കൂറ് ആരോടായിരുന്നു? പാകിസ്ഥാനുണ്ട്. ദയവ് ചെയ്ത് ആ വീഡിയോ ഒന്ന് എനിക്കൊന്ന് ഷെയർ ചെയ്യണേ സഹോദരങ്ങൾ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ആരെങ്കിലും? എനിക്ക് ദയവ് ചെയ്ത് ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിടണേ. ഹലോ, കേൾക്കുന്നുണ്ടോ മക്കളെ? അപ്പം ഒരു കാര്യം, ബിബിൻ തീ തുണ്ടിപ്പറമ്പില്. എടാ തുണ്ടിപ്പറമ്പിൽ പറഞ്ഞവനെ, നിനക്ക് തുണ്ടിപ്പറമ്പേ ഉണ്ടെങ്കിലുണ്ടല്ലോ അടങ്ങി ഒതുങ്ങി പോയിട്ടാ കഴിവേറി മോനെ. എന്റെ പേജിനകത്ത് കയറി സംസാരിക്കരുത് കേട്ടോ. ബിബിൻ തുണ്ടിപ്പറമ്പില്, പിന്നെ ആ തുണ്ടുപറമ്പ് പോലും ഇല്ല, നീ കണ്ടന്തരയ്ക്ക് ഓടേണ്ടി വരും ഇതിനകത്ത് കയറി നിന്നാ. ഞാൻ കൂടി പറഞ്ഞേക്കുവാ, ബിബിൻ തീ തുണ്ടിപ്പറമ്പിലെ ഉള്ള തുണ്ടിപ്പറമ്പ് പോലും ഇല്ലാതെ പിന്നെ കണ്ടവരുടെ കണ്ടന്തരയ്ക്ക് നീ ഓടേണ്ട ഗതികേടും ഞാൻ ഉണ്ടാക്കും ഇതിനകത്ത് നീ നിന്ന് കഴിഞ്ഞാ. പറഞ്ഞ മനസ്സിലാട ചേറ്റേ? ഓക്കെ 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 ഞാൻ ആ വീഡിയോ, സഹോദരങ്ങൾ എനിക്ക് ആ വീഡിയോ കിട്ടി കേട്ടോ. ഒരു മിനിറ്റ്. ഞാൻ ആ വീഡിയോ എൻ്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്, ഞാൻ തരാം. നിങ്ങൾക്ക് ഓക്കെ. അപ്പം ഞാൻ വിഷയത്തിലോട്ട് വരാം. അങ്ങനെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഹിന്ദുക്കളുടെ വികാരമായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരത്തിന്റെ വികാരമായി നിൽക്കുന്ന ഒന്നാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് തന്നെ. പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ഓരോ സ്ത്രീകളും രാവിലെ ആരവല്ലിക്കാവ് ക്ഷേത്രത്തില് പൂജയ്ക്ക് വന്നു. 1. ക്ഷേത്രത്തിൽ കയറാൻ ഈ പന്നിക്കാർ അനുവാദം നൽകി. 2. ഒരു പുരുഷന് ഒരേ സമയം കുറെ സ്ത്രീകൾക്ക് ഇട്ടുകൊടുക്കാനുള്ളതാണോ ഈ സിന്ദൂര രേഖയിലെ സിന്ദൂരം? ഈ വിശ്വാസത്തിന് ഇത്ര പവിത്രതയുള്ളോ? 3. ഇതാണോ വിദേശികൾക്ക് മുമ്പിൽ കാണിച്ചു? ഈ കൊതന്തിന്നി മോനുണ്ടല്ലോ, ഈ മാഹീൻ എന്ന് പറഞ്ഞ കഴിവേറി മോന്, ഈ കൊതന്തിന്നി മാഹീൻ എന്ന് പറയുന്ന ഈ കഴിവേറി മോൻ നിങ്ങളുടെ ഹിന്ദു അമ്പലത്തിലാണ് ഇവൻ കയറിയത്. ഇവൻ ഹിന്ദു അമ്പലത്തിൽ കയറുക മാത്രമല്ല, 4 MP ഷാജി KL
നിന്റെ അമ്മയുടെ കൊതം ഇപ്പൊ ഏകദേശം ശരിയാക്കേണ്ട ആവശ്യമുണ്ടടാ. ആദ്യം നിന്റെ അമ്മയുടെ കൊതത്തിലേക്ക് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ വല്ലം വേണമെങ്കിൽ അത് ആദ്യം അയച്ചു ചോദിക്കും GPay. ഒരു മിനിറ്റ്, MP ഷാജിയുടെ അമ്മയുടെ കൊതം പൊളിഞ്ഞു കിടക്കുന്നതിന് പൈസ ആവശ്യമുണ്ടെന്ന്. അതിന് ഇസ്രയേലുകാരാണോ നിനക്ക് അമ്മയുടെ കൊതം പൊളിഞ്ഞതിന് പൈസ തരേണ്ടത്? എടാ ദാ ഇവന്റെ ഭാര്യയുടെയും അമ്മയുടെയും കൊതം ഇറാൻ വിട്ട മിസൈലിനകത്ത് പൊളിഞ്ഞു കിടക്കുകയാണെന്ന്. അതുകൊണ്ട് അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനോട് ചോദിച്ച് കുറച്ച് പൈസ കൊടുക്കുമെന്നാ ചോദിക്കുന്നത്. നിന്റെ അമ്മയുടെയും ഭാര്യയുടെയും കൊതം പൊളിഞ്ഞിട്ടുണ്ടെങ്കിലേ അതിന് ഇസ്രായേൽ അല്ല പൈസ തരേണ്ടത്. നിന്റെ അമ്മയുടെയും ഭാര്യയുടെയും കൊതം റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നീ ഇറാനോട് ചോദിക്കണം, ഇല്ലെങ്കിൽ ഉസ്താദുമാരോട് പോയി ചോദിക്കണം നിന്റെ അമ്മയുടെയും ഭാര്യയുടെയും കൊതം ആരാ പൊളിച്ചതെന്ന് പറഞ്ഞിട്ട്. കേട്ടടാ കഴിവേറി മോനെ, സൂക്ഷിച്ചും കണ്ടേനൊക്കെ എന്റെ പേജിൽ വരണം. ഇല്ലെങ്കിൽ ഉള്ള കൊതവും കൂടി അമ്മയുടെയും ഭാര്യയുടെയും കൂടി പൊളിയും. ഇപ്പൊ ഓൾറെഡി ഇത്തിരി പോലെ കൊതവേ ഉള്ളെങ്കിൽ ഇനി ബാക്കിയും കൂടി ഉള്ളത് എന്ത് ചെയ്യും? പൊളിച്ചു തരും. പറഞ്ഞ മനസ്സിലായോ? നീ പ്രതീക്ഷിച്ചില്ല അല്ലേ ഇങ്ങനെ വന്ന് നീ ഇങ്ങോട്ട് വന്നാൽ ഇങ്ങനെ കൊതം പൊളിച്ച് ഞാൻ വിടുമെന്ന് പറഞ്ഞിട്ട്? എടാ നീ എന്തുവാ പ്രതീക്ഷിച്ചേ? ദാ ഇവന്റെ ഉമ്മയുടെ കൊതം പൊളിഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ. ഇതാണ് ഇവന്റെ ഉമ്മ, കൊതം പൊളിഞ്ഞ ഉമ്മ. ചെറുപ്പക്കാരിയായിരുന്നു, ഇപ്പം ഉമ്മയ്ക്ക് കുറച്ച് പ്രായം കൂടുതലെന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും കൊതം കൊടുപ്പിന് ഉമ്മയ്ക്ക് ഭയങ്കര തൃപ്തിയാ. ഉസ്താദുമാർക്കും കുനിഞ്ഞു നിന്ന് കൊതം കൊടുക്കും. ഇറാന്റെ മിസൈൽ വന്നാലും ഈ ഉമ്മ പോയി കുനിഞ്ഞു നിന്നാൽ കൃത്യമായിട്ട് ഈ ഉമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊതം തടുക്കാൻ പറ്റും, മിസൈൽ തടുക്കാൻ പറ്റും. MP ഷാജി KLA മോനെ, കളിക്കുന്നത് യെരുശലേമിലാ. നീ ഇപ്പൊ ഇളിച്ച ഇളിയുണ്ടല്ലോ, ഇത് ഇപ്പൊ മാറിയിരുന്ന് നീ കരയുന്നുണ്ടാവും. ഈ കൊതം കൊടുപ്പുകാരി ഉമ്മയോട് കൂടെ പോയിരുന്നിട്ട് വലിയ കട്ടലിന്റെ അടിയിൽ പോയിട്ട് ആ പുതപ്പിനകത്ത് കയറിയിരുന്ന് കരയുടെ കോണാപ്പി. നീ ആരെടുത്ത് വന്നിട്ടാ കളിക്കുന്നേ? കമന്റ് ഇടുമ്പോ സൂക്ഷിച്ചും കണ്ടുമൊക്കെ കമന്റ് ഇടാ. ഇടുമ്പോ ഏത് പേജിലിട്ടാ ഇടുന്നേന്നുള്ളത് കൂടി നോക്കിയിട്ട് വേണം പേജ് ഇടാനായിട്ട്. നല്ല കൊതം കൊടുത്ത് വീർത്തിരിക്കുക ഉമ്മേന്റെ കൊതം. അത് ശരിയാക്കാൻ വേണ്ടി പൈസ ഇട്ട് കൊടുക്കണം പോല്. കണ്ടല്ലോ, കൊതം പൊളിച്ചു കൊടുത്തപ്പം ഇവറ്റിങ്ങളുടെയൊക്കെ കൊതം റിപ്പയർ ചെയ്യാൻ ഇസ്രായേൽ പണം കൊടുക്കണം പോല്. അത് ഇസ്രായേലിനോടല്ല ചോദിക്കേണ്ടത് നിന്റെ കൊടം റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ബാബു മേരി ജോർജ്. ഒരു മിനിറ്റ് മോനെ, ഇപ്പൊ തരാവേ, വിഷമിക്കണ്ടായേ. ഇത് ഇപ്പൊ തരാം. അവൻ കൊതവും കൊണ്ട് ഓടി. ഇനിയിപ്പൊ നിന്റെ കൊതം, ഭാര്യയുടെയും മോളുടെയും കൊതം എങ്ങനെ തെറിച്ച് പൊട്ടിത്തെറിക്കാൻ പോകുന്നു ഇപ്പൊ തന്നെ നീ നോക്കിക്കോ. ബാബു മേരി ജോർജ്. ഇപ്പൊ തരാം മോനെ, വിഷമിക്കണ്ട, ഇപ്പൊ തരാവേ, ഇപ്പൊ തരാവേ. നീ കുറച്ച് മുമ്പ് ചത്തു പോവേ. വിഷമിക്കണ്ടായേ, നീ ഇപ്പൊ ചത്തു പോവേ. ദാ കൊതത്തിനോട് കൊതിയും ആക്രാന്തവും ഉള്ള മോഹൻദാ വന്നിരിക്കുന്നു. ഇവളുടെ കൊതം കൊടുക്കാനായിട്ട് തുലുക്കന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവളുടെ കൊതം കൊടുക്കാൻ വാങ്ങിക്കാൻ വേണ്ടി തുലുക്കന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് വന്നാൽ ഇവന്റെ കൊതം തരാമെന്നാ പറഞ്ഞിരിക്കുന്നത് ഇവള്. എന്റെ പ്രിയ സഹോദരങ്ങളെ, മലപ്പുറത്തെയും കോഴിക്കോട്ടെയും തുലുക്കന്മാർക്ക് മാത്രമേ ഇവള് കൊതം കൊടുക്കത്തുള്ളൂ. അല്ലാതെ ഇവൾ ആർക്കും കൊതം പ്രത്യേകിച്ച് കൊടുക്കത്തില്ല. ക്രിസ്ത്യാനികളൊന്നും കൊതം തിരക്കി പോകരുത്. കൊതം കൃത്യമായിട്ട് വേണമെങ്കിൽ മലപ്പുറത്തെയും കോഴിക്കോടും വേണം പോകാനായിട്ട്. നല്ല കുണ്ടൻ, കണ്ണാടി വെച്ചൊരു കുണ്ടൻ നിപ്പുണ്ട് കണ്ടോ. ഇവന്റെ അണ്ടിക്ക് ബലമില്ലാത്തത് കൊണ്ടാ ഭാര്യ കൊതം തിരക്കി എന്ത് ചെയ്യുന്നത്, പോകുന്നത്. കൂട്ടത്തിൽ അമ്മയും ഉണ്ട്. കൊതത്തിന് വളരെ പ്രാധാന്യമുള്ള കുടുംബം. മനസ്സിലായോ? ഭാര്യ കൊതക്കച്ചവടം ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്റെ അണ്ടിക്ക് ബലമില്ലാത്തതുകൊണ്ടാണ് ഭാര്യ കൊതക്കച്ചവടം ചെയ്യുന്നത്. അവന്റെ തള്ളയുടെ കൊതവും കൂടി കൊടുക്കണമെന്ന്. കൊടുക്കാമല്ലേ. ഇത് പ്രിയ സഹോദരങ്ങൾ, ഇവന്റെ തള്ളയുടെ കൊതം കീറിക്കിടക്കുകയാ. എല്ലാവരും ഇറാന്റെ മിസൈൽ വന്നപ്പോൾ ഇവിടെ തള്ളയുടെ കൊതവാ പൊളിഞ്ഞു പോയെന്നാ പറയുന്നത്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം അവിടെ? ബാബു മേരി ജോർജ്, നിന്റെ അമ്മയുടെ കൊതം പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ കൊതം ചികിത്സിക്കേണ്ടത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടാണോ? ചേറ്റേ, അവന്റെ അമ്മയുടെ കൊതം പൊളിഞ്ഞിട്ടുണ്ടെന്ന്. അമ്മയുടെ കൊതത്തിന്റെ കാര്യം കൂടി പറയണേ റീന, ഭാര്യയുടെ മാത്രം പറയല്ലെന്നാ. ശരി, പറയാം. ഭാര്യയുടെ കൊതം
തുലുക്കന്മാരെല്ലാം ഓടി നടന്ന് മേനിറങ്ങുന്ന കൊതം. മനസ്സിലായോ? ബാബു മേരി ജോർജ്, ആഹാ, മുലകുടി സഹോദരന്മാരെ കയറ്റി ഇറക്കി ഭാര്യ ഒരു പരുവത്തിലായിരിക്കുക. വീട്ടിൽ ദിനം പ്രതി മുലകുടി സഹോദരന്മാരുടെ ഒരു ഘോഷയാത്ര തന്നെയുണ്ട്. മനസ്സിലായോ? അപ്പൊ കൂടുതൽ നേരം ഇവിടെ നിന്ന് തന്നെയാണില്ല, കൊതം കൊണ്ട് ചിലപ്പോൾ തൂറാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവിടെ കിടന്ന് ജാകും, പൊട്ടിത്തെറിച്ച് ജാകും. പറഞ്ഞ മനസ്സിലായടാ? ഓട് നായെ കണ്ടം വഴിക്ക്. അവന്റെ അമ്മയുടെ പേര് പൂറി എന്നാ, അതും കൂടി പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന്. ഇത് ഇവളുടെ പേര് പൂറി എന്നാ കേട്ടോ. പേര് പറയാനായിട്ട് റീന പേരും കൂടി പരിചയപ്പെടുത്തി കൊടുക്കണമെന്നാ പറയുന്നത്. ഈ പൂറി അമ്മയ്ക്ക് ഒരു ഹായ് പറയണമെന്നാ അവന്റെ ഒരു ആഗ്രഹം. അപ്പൊ പൂറി അമ്മേ ഒരു ഹായ്. കണ്ടല്ലോ എല്ലാരും. മാത്യു മേരി ജോർജ്, ബാബു മേരി ജോർജിന്റെ അമ്മയുടെ പേര് പൂറി എന്നാ ഒരു ഹായ് കൊടുക്കണമെന്ന് അവൻ പറഞ്ഞിരിക്കുന്നത്. വീട്ടിലുള്ളവരെ ഫേമസ് ആക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന പൊന്നു മോന്. എടാ പോടാ വിവരം കെട്ടവന്മാരെ. എന്റെ പേജിൽ വന്ന് അടി വാങ്ങിച്ച് ചൊറിഞ്ഞ അടി വാങ്ങിച്ച കാര്യത്തിന് കാര്യമായിട്ട് ഞാൻ തരും. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭരണത്തിനകത്ത് ഏറ്റവും നിർണായകമായ, ഇന്ത്യയിൽ തീവ്രവാദികൾ കയറി നുഴഞ്ഞ് പാവം ജനത്തെ മതം നോക്കി അവരെ വെടിവെച്ച് കൊന്നിട്ട് പോയതിന്റെ പ്രതികാരം തീർക്കാൻ ഇന്ത്യൻ സേന നടത്തിയ ഒരു പോരാട്ടമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഈ ഓപ്പറേഷൻ സിന്ദൂരിനെ അപമാനിക്കുന്നതിന് വേണ്ടി, ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് വെച്ചാൽ ഒരു സ്ത്രീക്കാണ് ഒരു പുരുഷൻ എന്ത് ചെയ്യുന്നത്, കുങ്കുമം ഇടുന്നത്. ഒരു പുരുഷൻ അവന്റെ ഭാര്യയ്ക്കാണ് കുങ്കുമം തൊടിയിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? അവന്റെ ഭാര്യയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, കുങ്കുമം തൊടിയിക്കുന്നത്. അപ്പോൾ ആ ഭാര്യയ്ക്ക് തൊടിയിക്കുന്ന കുങ്കുമം ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികം പെണ്ണുങ്ങൾ അത് നെറ്റിയിൽ നിന്നും അഴിച്ചു മാറ്റും. ഇതിനെയാണ് ആ നെറ്റിയിൽ നിന്നും ഭർത്താക്കന്മാരെ കൊന്നതുകൊണ്ട് അഴിക്കപ്പെട്ടത് കൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിന് അതിന് പേരിട്ടത്. മനസ്സിലായോ? ഭർത്താക്കന്മാരെന്ത് ചെയ്തത്, അത് അഴിക്കുന്നത് കൊണ്ടാണ് അവരെന്ത് ചെയ്തത്, ഈ പേരിട്ടത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഇതിനെ അപമാനിക്കുന്നതിന് വേണ്ടി, ഹിന്ദു സംസ്കാരത്തെ പരിഹസിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ അമ്പലത്തിൽ കയറി ഒരു തുലുക്കൻ ഈ വൃത്തികേട് കാണിച്ചപ്പോൾ നാണം കെട്ട ഹിന്ദുക്കളെ, മലയാളികളെ, നാണം കെട്ടവന്മാരെ, നട്ടലില്ലാത്തവന്മാരെ, എടാ നീയൊക്കെ അവന്റെയൊക്കെ ഉസ്താദിന്റെ മൂട്ടിപ്പോയി കൊതം കൊണ്ട് കൊടുക്കുന്ന ഹിന്ദുക്കളാ. നീയൊക്കെ ഉളുപ്പ് കെട്ടവന്മാരായതുകൊണ്ടാ നിന്നിൽ തന്നെ ഉള്ളവന്മാര് പോലും ഈ നാറി മോൻ ആരവല്ലിക്കാരി ക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോയി പോല്. ഇനി ഇവൻ പൂജയ്ക്ക് പോകട്ടെ. നിങ്ങൾ ഭയങ്കര മതേതര മൂത്തവരാണല്ലോ ഹിന്ദുക്കള്. നിങ്ങൾ ഹിന്ദുക്കൾ ഭയങ്കര മതേതരം മൂത്തവരായതുകൊണ്ട് ഇവൻ പൂജയ്ക്ക് തന്നെ പോട്ടെന്ന് തന്നെ വിചാരിച്ചോട്ടെ. ഇവൻ പൂജയ്ക്ക് പോയിട്ട് അവൻ എന്താ പണിയാ ചെയ്തത്? ഈ കോത്തായത്തിലെ മോൻ എന്താ ചെയ്തത്? അവൻ കൊണ്ടുവന്ന 4 പെണ്ണുങ്ങളുടെ നെറ്റിയിൽ സിന്ദൂര് തേക്കുക. ഇതെന്തിനെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാ പ്രിയ സഹോദരങ്ങൾ അവൻ ചെയ്തത്? രാജേഷ് എലപ്പാറ അടങ്ങി ഒതുങ്ങി ഫേസ്ബുക്ക് കമന്റുകളിലൊക്കെ നീയൊക്കെ വന്നു പോയാൽ വീട്ടിലിരിക്കുന്ന അമ്മയും അച്ഛനും ഒന്നും എന്ത് ചെയ്യത്തില്ല, ഏറി കയറത്തില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്ന അമ്മയും അച്ഛനും ഒക്കെ ചിലപ്പോൾ ഏറി കയറിയെന്നിരിക്കും. അടങ്ങി ഒതുങ്ങി ഫേസ്ബുക്ക് വന്നോ, ലൈവ് കണ്ടോ, സ്ഥലം കാലിയാക്കിക്കൊണ്ടോ. നിന്റെയൊക്കെ തോന്നിവാസ കമന്റുകൾ ഇടിലിട്ട് തള്ളി മറയ്ക്കാവുന്ന ഒരു വിചാരം ഉണ്ടെങ്കിൽ അമ്മയും അച്ഛനൊക്കെ ഏറി കയറും. അപ്പം ഇവൻ അമ്പലത്തിൽ കയറിയത് മാത്രം പോരാനിട്ട് 4 സ്ത്രീകളുടെ നെറ്റിയില്, 4 അവന്റെ ഭാര്യമാരല്ലാത്ത കണ്ട സ്ത്രീകളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരുടെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തി ഇന്ത്യയെ മഹാരാജ്യത്തിൽ നടത്തിയ ആർമിയുടെ പോരാട്ടത്തെ പരസ്യമായിട്ട് അപമാനിച്ചതാ ഇവൻ. നിങ്ങൾക്കിതുപോലും മനസ്സിലാകാതെ മതേതരം മൂർത്ത ഹിന്ദുക്കളെല്ലാം പറയുന്ന ഡയലോഗ് കേട്ടാലുണ്ടല്ലോ, ഓ അവനോ അമ്പലത്തിൽ പോയാൽ നിനക്ക് എന്നാടി കുഴപ്പം എന്ന് പറഞ്ഞുള്ള രീതിയിൽ അവരുടെ ഇടയിൽ തന്നെ ഈ പറഞ്ഞ പെണ്ണിന് തന്നെ കമന്റ് കൊടുത്തിട്ടുണ്ട്. ക്ഷേത്രത്തിൽ കയറാൻ ഈ പന്നിക്ക് അനുവാദം നൽകി. 2 ഒരു പുരുഷന് ഒരേ സമയം കുറെ സ്ത്രീകൾ കിട്ടുകൊടുക്കാനുള്ളതാണോ ഈ സിന്ദൂര രേഖയിലെ സിന്ദൂരം? ഈ വിശ്വാസത്തിന് ഇത്ര പവിത്രതയുള്ളോ? 3 ഇതാണോ വിദേശികൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കേണ്ട ഭാരത സംസ്കാരം? 4
പന്നി കിതാബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ജോസഫ് മാഷിന്റെ കൈവെട്ടി. അപ്പോൾ മറ്റു മതവിശ്വാസത്തെ തൊട്ടുകളിച്ച് ഇവനെ എന്ത് ചെയ്യണം? 5. ഇതൊരു മോസ്കിൽ അഥവാ പള്ളിയിൽ കയറി ചെന്ന് അവരുടെ ആചാരത്തെ ഇത്തരത്തിൽ അധിക്ഷേപിച്ചാൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? പറയൂ. 6. ഇവരുടെ മതത്തെ കുറിച്ച് പറഞ്ഞാൽ കൈവെട്ടും തലവെട്ടും. എന്നാൽ ഇവർക്ക് എന്തും ചെയ്യാമെന്നാണോ? മറ്റു വിശ്വാസങ്ങൾക്ക് യാതൊരു വാല്യൂമില്ലേ? 7. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് നമ്മുടെ രാജ്യവും പ്രധാനമന്ത്രിയും അഭിമാനത്തോടുകൂടി സംസാരിക്കുമ്പോൾ രാജ്യത്തിന്റെ പ്രതിനിധികൾ മറ്റു രാജ്യത്തെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി വാദിക്കുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിനെ കളിയാക്കി രാജ്യദ്രോഹമല്ലേ ഇവൻ ഇവിടെ ചെയ്തിരിക്കുന്നത്? രാജ്യദ്രോഹം മാത്രമല്ല, സിന്ദൂരം അണിയുക എന്ന പവിത്രമായ ആചാരത്തെ കൂടിയാണ് നശിപ്പിച്ചിരിക്കുന്നത്. രാവിലെ ആരവല്ലിക്കാവ് മനസ്സിലായോ? അപ്പോൾ ഇവന്റെ അമ്പലത്തിൽ നിങ്ങൾ ഇവനെ ഇതുപോലെ നിങ്ങളൊന്ന് ഹിന്ദുക്കൾ രണ്ടുപേരും ഇവന്റെ മോസ്കിനകത്തോട്ടൊന്ന് കേറിപ്പോ. കുറിയും തൊട്ട് നിങ്ങൾ അവന്റെയൊക്കെ മോസ്കിനകത്തൊന്ന് കുറിയും തൊട്ട് നിങ്ങളൊന്ന് കേറി നോക്ക്. നിങ്ങളുടെ കാലും കൈയും വെട്ടുന്ന ഓരോന്ന് അവന്റെ തലയും വെട്ടിയെടുക്കുമാര്. അപ്പോൾ നിങ്ങൾ നാറിയ സമൂഹമാണേ. നിങ്ങൾ മൊണ്ണകളാണ്. നിങ്ങൾ ഹിന്ദുക്കൾ മൊണ്ണകളാണ്. മതേതരവും മതവും ഒക്കെ അവന്മാർക്ക് മാത്രമുള്ളതാണ്. നിങ്ങൾ മൊണ്ണകൾ ഹിന്ദുക്കള്. കണ്ട നായിന്റെ മോനൊക്കെ ഇതുപോലെ കയറി ഇറങ്ങി നിറങ്ങിയ ഇവനെ കോടതിയിൽ കയറ്റേണ്ടതിന് പകരം നിങ്ങൾ വെറുതെ അഴിച്ചുവിട്ടിരിക്കുന്നു. നിങ്ങളുടെ എന്തുവാ അമ്പലത്തിനകത്ത് കയറി നിങ്ങളുടെ അമ്പലത്തിൽ ഇതൊരു ഹിന്ദുവാ ചെയ്തിരുന്നെങ്കിൽ, ഇതൊരു ക്രിസ്ത്യാനി ഇവന്റെ അമ്പലത്തിൽ കയറി നിങ്ങൾ ഒട്ടനെ കേസായേനെ. മനഃപൂർവ്വം തമ്മിൽ തല്ലിക്കാൻ, മതങ്ങളെ തമ്മിൽ തല്ലിക്കാൻ നോക്കി എന്ന് പറഞ്ഞ് കേസ് നടത്തിയേനെ. ഇവൻ ഇപ്പോഴും വിലസ് നടക്കുന്നത് നിങ്ങളെ പോലുള്ള ഊള മനുഷ്യര്, ഊള ഹിന്ദുക്കൾ ഇപ്പോഴും ജീവനോടെ ശേഷിക്കുന്നതിനുണ്ടാ. ബിജു പത്രോസ് ആര് മൂഞ്ചി? നിന്റെ അമ്മയോ? നിന്റെ അമ്മ മൂഞ്ചിക്കൊണ്ടിരിക്കുവാണോടാ ബിജു പത്രോസേ? ബിജു പത്രോസിന്റെ അമ്മ മൂഞ്ചിക്കൊണ്ടിരിക്കുവാണെന്ന്. അതിനിപ്പോ എന്ത് ചെയ്യണം? കഴിവേറി മക്കളെ, നീയൊക്കെ പിന്നെ ഇവന്മാരെക്കാളും കഷ്ടം ഇതുപോലെ കുറെ പെണ്ണുപിടിയന്മാരാ. സ്വന്തം അമ്മയ്ക്കും മക്കൾക്കും ഒക്കെ മക്കളുടെയൊക്കെ കൊതം എടുത്തോണ്ട് പോയിട്ട് ഈ ഉസ്താദുമാർക്ക് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്ന ഇവന്മാരെ പോലെ പെണ്ണുപിടിയന്മാരാണ് പ്രശ്നം. കണ്ടോ? കണ്ട ഉസ്താദുമാർക്ക് കൊതം കൊടുക്കാൻ വേണ്ടി ഒരു ഭാര്യ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അവള് മൂഞ്ചിക്കൊണ്ടിരിക്കുവാണെന്ന് ഉസ്താദിന്റെ അണ്ടി എടുത്തു വെച്ചോണ്ട്. ഇവള് മൂണ്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർ എന്ത് ചെയ്യണോടാ? കൂതറയ്ക്കുണ്ടായവനെ. അതിന് ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം? ഞാൻ അറിയാണ്ട് ചോദിക്കുക. പോടാ എരുസലേമിൽ നിന്ന് അടിപടിക്കാതെ പോടാ വിവരം കെട്ടവന്മാരെ. ചെല്ല്, അടി കൊണ്ട് ചാകാതെ പോ ചെറ്റകളെ. അടി വലിഞ്ഞു കയറി അടി വാങ്ങിക്കാൻ വേണ്ടി എന്റെ പേജിലോട്ട് വരും. ഈ വഴിയൊന്നും നേരാവണ്ണം അറിയത്തില്ലെങ്കിൽ ആരോടത്തെങ്കിലും ചോദിച്ചിട്ടൊക്കെ വാ. സൈജുലാൽ ചന്ദ്രശേഖരൻ പിള്ളൈ, വെളിച്ചെണ്ണ 400 കഴിഞ്ഞു. അതേ സഹോദര, വെളിച്ചെണ്ണ 400 കഴിഞ്ഞു. കാരണം തുലുക്കന്മാരെപ്പോഴും കേറി ഇറങ്ങി തുലുക്കന്മാര് കേറി ഇറങ്ങി വെളിച്ചെണ്ണ വാങ്ങിച്ച് ഓടുമ്പോഴത്തേക്കും പിന്നെ വെളിച്ചെണ്ണയ്ക്ക് വില കേറാതെ വെളിച്ചെണ്ണയുടെ വില കുറഞ്ഞു പോകുമോ? വെളിച്ചെണ്ണയുടെ വില ഇറങ്ങിപ്പോകുമോ? വെളിച്ചെണ്ണ 400 കഴിഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിച്ച് കൂട്ടുകയല്ലേ. കൊതഭോഗം നടത്തണമെങ്കിൽ വെളിച്ചെണ്ണ വേണമല്ലോ. ബാക്കിയുള്ളവർക്കൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ബെന്നി തോമസ്, പ്ലീസ് അവോയ്ഡ് ബാഡ് ലാംഗ്വേജ് പ്ലീസ്. അയ്യോ എന്റെ പൊന്നു സഹോദര, നിങ്ങളൊക്കെ ഗുഡ് ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരല്ലേ? അപ്പൊ ഗുഡ് ലാംഗ്വേജ് പറയുന്നവരുടെ വീഡിയോകൾ പോയി കാണും സഹോദര. ഇവിടെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ ചെല്ല്. നീയൊക്കെ ഗുഡ് ലാംഗ്വേജ് മാത്രം പഠിച്ചുകൊണ്ടിരുന്നാൽ മതി. നിന്റെയൊക്കെ വീട്ടിൽ കയറി നിന്റെയൊക്കെ ഭാര്യമാരുടെ കൊതവും അമ്മമാരുടെ കൊതവും ഒക്കെ ചോദിക്കുന്ന സമയത്തും നീയൊക്കെ ഗുഡ് ലാംഗ്വേജിൽ മാത്രം മറുപടി കൊടുത്തോണ്ടിരുന്നാൽ മതി ഉമാർക്ക്. നിന്റെയൊക്കെ വീടിനകത്ത് വരെ കയറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. നിന്റെയൊക്കെ വീട്ടിനകത്തോട്ട് കയറി എത്തുന്ന രീതിയിൽ വരെ ഇവന്മാര് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. ഒരുത്തനുണ്ടോ മാഹിൻ, അമ്പലത്തിനകത്ത് കയറി നിരങ്ങുക. ഇതുപോലെ കുറെ എണ്ണങ്ങൾ പിന്നെ കത്തോലിക്ക പള്ളികളിലും കയറി നിരങ്ങുന്നുണ്ട് കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്.
ഇന്ത്യയെ എങ്ങനെ അപമാനിക്കണം, ഓപ്പറേഷൻ സിന്ദൂറിനെ എങ്ങനെ അപമാനിക്കണം. ഓപ്പറേഷൻ സിന്ദൂർ എന്നൊക്കെ പറയുന്നത് നെറ്റിയിൽ ആർക്കും വേണ്ടി സിന്ദൂരം വെച്ച് കൊടുക്കുന്ന അതിനൊന്നും വലിയ ഇതൊന്നുമില്ല എന്ന് ഇന്ത്യൻ ആർമി ഇട്ട് ഒരു ഓപ്പറേഷനെ തന്നെ പരിഹസിക്കാൻ വേണ്ടി അവൻ കൊണ്ടുപോയി അമ്പലത്തിൽ കയറി പരിഹാസം നടത്തിയിട്ട് പോലും എവിടെ ക്രിസ്ത്യാനി? ന്യൂസ് മീഡിയ ചാനൽ കൊല്ലമോ? എന്തിനാ നിങ്ങൾ വർഗീയ സ്പീച്ച്? എന്നാ ഒരു കാര്യം ചെയ്യും, തുലുക്കന്റെ കൊതത്തിന്റെ കാര്യം മാത്രം നീ സ്പീച്ച് ഇട്. വെളിച്ചെണ്ണയ്ക്ക് 400 രൂപ കഴിഞ്ഞു എന്നുള്ള സ്പീച്ച് ഇട്. ന്യൂസ് മീഡിയ ചാനൽ കൊല്ലം ചെല്ല്, പോയിട്ട് വെളിച്ചെണ്ണയ്ക്ക് 400 രൂപ കഴിഞ്ഞു എന്ന് പറഞ്ഞ് തുലുക്കന്റെ കൊതം വിശാലമാക്കാനുള്ള ന്യൂസ് ഉണ്ടെങ്കിൽ പോയിട്. പോ കൂതറെ ചെല്ല്, വിവരം കേട്ടവന്മാരെ. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുക. ഇവിടെ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ നീയൊക്കെ ജീവിക്കുന്നതിന്റെ കുഴപ്പമാണ് വിവരം കെട്ടവന്മാരെ. സമൂഹം നശിച്ച് നാറാണക്കല്ലെടുത്ത് എവിടൊക്കെയാ നിങ്ങൾ പോകുന്നേ? നിങ്ങൾ വല്ല അറിയുന്നുണ്ടോ ഈ ലോകം എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് പറഞ്ഞിട്ട്? എടാ, നിന്റെയൊക്കെ മൂട്ടിന് താഴെ തീ വന്നാൽ പോലും നീ ഒന്നും അറിയത്തില്ലല്ലോടാ വിവരം കെട്ടവന്മാരെ. ബെന്നി കോ ചക്കല മിട്ടത്ത്. ആഹാ, ഇന്ന് ക്രിസ്ത്യാനികൾക്കാണല്ലോ കടി കുറച്ച് കൂടുതൽ തുലുക്കന്മാരെക്കാളും. ഇവന്മാരുടെ കളി നമുക്ക് തീർത്തു കൊടുത്തേക്കാം. ബെന്നിക്കോ ചക്കല മട്ടിത്ത്. നിനക്ക് ചാക്കാലയാടാ മോനെ. ഇപ്പം ചാക്കാല വരാൻ പോവുക. ചാക്കാല മിറ്റത്തെന്ന് അവന്റെ വീട്ടിന്റെ മുറ്റത്താണ്. ചാക്കാല എന്ന് വെച്ചാൽ അടക്കവുന്നാണേ. അപ്പൊ ബെന്നിക്കോ ചാക്കാല മുറ്റത്തെന്ന് പറഞ്ഞാൽ അവന്റെ വീട്ടിന്റെ മുമ്പശത്ത് ഇപ്പൊ അടക്കം നടക്കാൻ പോവുക. അവന്റെ മുറ്റത്ത് ഇപ്പൊ നടക്കും. വേഗം ഒരു കുഴി എടുത്തിട്ടോ, നിന്നെ വെട്ടി മൂടാനുള്ള കുഴി നീ തന്നെ എടുത്തിട്ടോ. ബെന്നി ചാക്കാല മുറ്റത്ത് ദാ ഇതാണ് ബെന്നി ചാക്കാല മുറ്റത്ത്. പക്ഷെ അവൻ റെയിൽവേ സ്റ്റേഷനിൽ ചാടി വീണ് ചാകാൻ വേണ്ടി തീവണ്ടിക്ക് കയറി വന്ന കണക്കാ ഇപ്പൊ കയറി വന്നിരിക്കുന്നത്. ഇവന്റെ അമ്മ ബസ് സ്റ്റാൻഡ് വെടിയാന്നാ പറഞ്ഞിരിക്കുന്നത്. ഭാര്യ വന്നിട്ട് പിന്നെ ബസ് സ്റ്റാൻഡ് വെടിയൊന്നും അല്ല, ഭാര്യ മദ്രസ വെടിയും അമ്മ ബസ് സ്റ്റാൻഡ് വെടിയുമാ. ചാക്കാല മുറ്റത്തായിട്ടോ. ഇപ്പൊ മുറ്റത്ത് തന്നെ ഇപ്പൊ ചാക്കാല നടക്കും. നോക്കിക്കോ, ഇപ്പൊ കാണിച്ചു തരാം ഇവന്റെ ചാക്കാല എവിടെയാ നടക്കാൻ പോകുന്നതെന്നുള്ളത്. ഭാര്യ ബസ് സ്റ്റാൻഡ് വെടിയും അമ്മ മദ്രസ വെടിയുമെന്നാ. രണ്ടുപേരും ഓടി നടന്നപ്പോ വെടിവെച്ചോണ്ടിരിക്കുക. അതിനിപ്പോ ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം? ഇതാണ് ചാക്കാല മുറ്റത്തുള്ളവന്റെ പ്രൊഫൈല്. മനസ്സിലായോ? കണ്ടല്ലോ, ബെന്നിക്കോ ചാക്കാല മുറ്റത്ത്. അവന്റെ അമ്മ പറവെടിയാണെന്ന്. അമ്മ ഓടി നടന്ന് വെടിവെക്കുന്നത് മുഴുവൻ എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ വെടിവെക്കുന്നത് മുഴുവനും ബസ് സ്റ്റാൻഡ് വെടിയാ. പിന്നെ ഭാര്യ എന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ട, മദ്രസയിൽ കയറി ഇറങ്ങി വെളിച്ചെണ്ണ ഫ്രീ ആയിട്ട് കൊടുക്കുക. സൗമ്യ ബെന്നിയാണ് ഭാര്യയുടെ പേര്. അപ്പൊ സൗമ്യ ബെന്നി ഫ്രീ ആയിട്ട് കൊതം കൊടുത്തോണ്ടിരിക്കുക, വെടിവെച്ചോണ്ടിരിക്കുക. പോകേണ്ടവരൊക്കെ കാരണം അവൾക്ക് മുട്ടി നിൽക്കുക സൗമ്യ ബെന്നിക്ക്. ഇപ്പൊ 2 തുലുക്കന്മാരെ കിട്ടിയില്ലെങ്കിൽ അവൾക്ക് ആശ്വാസം ഉണ്ടാകത്തില്ലെന്നാ പറയുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ മോളും ഉണ്ട്. ഈ കണ്ണ് കാണുന്നില്ല, നല്ല മനോഹരമായ കണ്ണ്. കുണ്ടിക്ക് പകരമായി കണ്ണ് ഫോട്ടോ ഇട്ടിരിക്കുന്നത്. കുണ്ടി ഫോട്ടോ ഇടാൻ പറ്റാത്തതുകൊണ്ട് മകളുടെ കണ്ണ് ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ കണ്ണ് കണ്ട് ആസ്വദിച്ച് കുണ്ടി തിരക്കി പോകാനാ അവൻ പറയുന്നത്. ബെന്നിക്കോ ചക്കാല മുറ്റത്ത്. ഇപ്പൊ തന്നെ മുറ്റത്ത് ചാക്കാല നടന്നിട്ടുണ്ടാകും. ചാക്കാല അവന്റെ മുറ്റത്ത് തന്നെ നടന്നിട്ടുണ്ടാകും. സമാധാനമായല്ലോ, നിന്റെ ചാക്കാല ഇപ്പൊ മുറ്റത്ത് തന്നെ നടന്നില്ലേ? അതാണ് പേരിടുമ്പോ നോക്കിയും കണ്ടുമൊക്കെ പേരിടണം. എന്നിട്ട് തീവണ്ടിക്ക് പോയി നീ ഇപ്പൊ തീവണ്ടിപ്പാളത്തിൽ നിൽക്കുന്ന കണക്ക് തീവണ്ടിക്ക് കൊണ്ട് തലവെച്ച് കൊടുക്കുന്ന കണക്ക് നേരെ എരിശിലേം പേജിൽ കൊണ്ടുവന്ന് കമന്റുമായിട്ട് തലവെച്ച് കൊടുക്കരുത്. പറഞ്ഞ മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? നേരെ തീവണ്ടിക്ക് തലവെച്ച് കൊടുക്കാൻ നിൽക്കുന്ന കണക്ക് നീ വന്ന് ചാകണമെന്ന് പറഞ്ഞ് പോയവനായിരിക്കും. അപ്പൊ വിചാരിച്ചാണ് എന്നാ പിന്നെ എളുപ്പം ചാകണമെങ്കിൽ റീനയുടെ പേജിൽ പോയി എരുശലേമിൽ പോയി വീണു കൊടുത്താൽ പെട്ടെന്ന് ചാകാം, ചാക്കാല മുറ്റത്ത് തന്നെ നടക്കും എന്നുള്ളവന് മനസ്സിലാക്കിയിട്ടാ ബെന്നിക്കോ ചാക്കാല മുറ്റത്തെന്ന് പേരിട്ടിട്ട് വന്നിരിക്കുന്നു. അടക്കത്തിന് വല്ല വഴിയും കൂടി ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്. പോടാ വിവരം കെട്ടവന്മാരെ.
സൂക്ഷിച്ചും കണ്ടുമൊക്കെ സംസാരിക്കട. തോന്നിവാസം വിളമ്പിക്കൊണ്ട് എന്റെ പേജിൽ എന്റെ അടുത്ത് വന്ന് മൂഞ്ചാമെന്ന് നിന്നാലുണ്ടല്ലോ അടിച്ച് കാരണം പൊളിക്കും ഞാന്. പറഞ്ഞ മനസ്സിലായോ? നീയൊക്കെ സംസാരിക്കുന്ന ആരോടാന്ന് ചോദിക്കണം. നിന്റെയൊക്കെ ഭാര്യമാരോട് സംസാരിക്കുന്ന മറ്റേ വർത്തമാനം ഉണ്ടല്ലോ. കൃഷ്ണാസ് SK ഇവന്മാർ നൈസായിട്ട് കുടുംബത്തിനെ വൈറലാക്കാനുള്ള ഐഡിയ ആണ്. നല്ല റീച്ചുള്ള പേജല്ലേ അതാ. അവൻ നോക്കുമ്പോ ലക്ഷങ്ങൾ വന്ന് കാണുന്ന പേജല്ലേ. എന്നാ പിന്നെ ഇരിക്കട്ടെ, എന്റെ ഭാര്യയ്ക്കൊരു പരസ്യം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നയാ. മനസ്സിലായോ? അങ്ങനെ കയറി വരുന്നതാ. എന്റെ പേജിനകത്ത് വന്ന് നിന്റെയൊക്കെ വീട്ടിലെ ഭാര്യമാരെയും അമ്മമാരെയും അക്കമാരെയും ചേച്ചിമാരെയും അനിയത്തിമാരോടൊക്കെ സംസാരിക്കുന്ന ഒരു സംസ്കാര രീതിയിലൊരു സംസാരം ഉണ്ടല്ലോ. എന്നെ കാണുമ്പം അങ്ങനെ വല്ലതും തോന്നൽ വല്ലതും ഉണ്ടോ മകനെ? നിങ്ങൾക്ക് ഉണ്ടോ? നിന്റെ ഭാര്യയായിട്ടോ നിന്റെ അമ്മയായിട്ടോ സഹോദരിയായിട്ടോ അവരോടൊക്കെ വിളമ്പുന്ന അതേ ഭാഷ എന്നോട് ഉപയോഗിക്കാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ നാനടിച്ച താങ്ക മാട്ട 4 മാസം തൂങ്കപ്പെട്ട മോടിപ്പാരി വീട് പോയി സേറ മാട്ടെ. മനസ്സിലായോ? ഞാൻ അടിച്ചാ പിന്നെ എന്ത് ചെയ്തില്ല? താങ്ങത്തില്ല. നിങ്ങള് താങ്ങത്തില്ലെന്ന് വെച്ചാൽ ഒട്ടും താങ്ങത്തില്ല. അടിക്കുന്ന അടി ഞാൻ കുടുംബത്തെ ഏറെ കയറ്റി അടിക്കും. ഞാൻ ഓൾറെഡി PFA ഗസ്റ്ററ്റിൽ കയറി കഴിഞ്ഞു മകനെ. സാജൻ KL PFA ഹിറ്റ് ലിസ്റ്റിൽ ഞാൻ ഓൾറെഡി കയറിയതാ. എന്നെ ഇവന്മാര് PFAക്കാര് നോട്ടയിട്ട് എന്നെ കൊട്ടേഷൻ കൊടുത്തതാ ഇവന്മാര്. എന്തുകൊണ്ടാ ഇവന്മാരെ പൂട്ടിക്കെട്ടി പോയെന്നുള്ള കഥ നിങ്ങൾക്കറിയാമോ? ഇവന്മാരെ അടിച്ച് കണ്ടം വഴി ഓടിച്ചതിന്റെ പിന്നെ രഹസ്യം ആരാന്നറിയാമോ? അതുപോലും നിങ്ങൾക്കറിയത്തില്ല. നിങ്ങൾ എന്താ അറിയുന്നത്? നിങ്ങൾ ഇനി എന്താ അറിയുന്നത്? ഓൾറെഡി എന്റെ പേര് PFAക്കാരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, ഇവന്മാരെ നിരോധിക്കുന്നതിന്റെ 1 മാസം മുമ്പ്. ഈ PFA നിരോധിക്കുന്നതിന് 1 മാസങ്ങൾക്ക് മുൻപ് ഞാൻ ഇവന്മാർക്കെതിരെ വീഡിയോ ഇട്ടിരുന്നു. അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്ത് വെച്ചോളൂ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്ത് വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് ഇവന്മാർ ഇറങ്ങിയപ്പം ഇവന്മാർക്കെതിരെ എന്ത് ചെയ്തു? ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അതുമാത്രമല്ല, തള്ളാഹുവിനെയും കൊതമതിനെയൊക്കെ ഏറി കയറ്റുമായിരുന്നല്ലോ. തള്ളാഹുവിന്റെ മോനെ, കൊതമത് നബിയെ, കാലന്ത് നിലത്തെ ഉറയ്ക്കാത്ത അത് പിന്നെ ചേട്ടാ സൂക്ഷിച്ചു നോക്കൂ, ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല കേട്ടോ, ഞാനൊന്നും ഏറിയില്ല. തൂറാൻ എഴുതിയപ്പോൾ എന്നെ നാട്ടാരെല്ലാരും ഏറിൽ കയറ്റിയതാ. ആയിഷയെ കണ്ടപ്പോൾ എനിക്ക് ആശകൾ മൂത്തില്ലേ, എന്റെ കാമം തീർത്തില്ലേ. വളർത്തുമകൻ സൈദിന്റെ ഭാര്യയെ സൈനബയെ കണ്ടപ്പോൾ ആശകൾ തോന്നി, കാമം തീർത്തു. അപ്പ കേട്ടു തള്ളാഹുവിന്റെ അക്കൂസിന് ഒടുക്കത്തെ പാട്ട്. ആറാണ്ടപ്പന് തള്ളാകുക്കുമ്പർ സൈനബ മൂടുപോയി. അപ്പം അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞു നടന്നപ്പോഴേ നമുക്ക് മനസ്സിൽ നമ്മൾ നേരത്തെ പറയുന്നുണ്ട്, എന്നിട്ടൊന്നും കേട്ടില്ല. പിന്നെ കുറച്ചുപേരുടെ കണ്ണ് തുറക്കാണ്ടി വന്നത് എങ്ങനെയാ? അരിയും മലരും കുന്തിരിക്കും ഒക്കെ കേട്ടപ്പോഴാ എന്ത് ചെയ്യുന്നത്? കുറച്ചുപേരുടെ കണ്ണങ്ങ് തുറന്നത്. അപ്പൊ ആ സമയത്ത് ഈ പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്ത പരിപാടി എന്തെന്നറിയാമോ? ഇവർക്ക് നിന്നെ കൊല്ലണം. കാരണം ഞാൻ ഇവിടെ കിടന്ന് ഇസ്രായേലിൽ നിന്നും ഇവന്മാർക്ക് കൊടുക്കുന്ന അടി പോലത്തെ അടിയൊന്നും നിങ്ങൾ കേരളത്തിൽ ആരും ഇവന്മാർക്ക് കൊടുക്കുന്നില്ല അടി. ഈ തുലുക്കന്മാർക്ക് നല്ല കാര്യത്തിന് അടി കൊടുക്കുന്ന ഒറ്റ ആളേ ഉള്ളൂ, ഞാനേ ഉള്ളൂ. ഞാൻ എരുശലേമിൽ നിന്ന് ഇവന്മാർ അണ്ടകടാകങ്ങൾ വരെ അടിച്ചു കയറ്റുന്ന കണക്ക് നീ കേരളത്തിലെ ഒറ്റ ഒരു മനുഷ്യനും ചെയ്യുന്നില്ല. എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് കുറെ എണ്ണങ്ങളുണ്ട്. ഇവരൊക്കെ ചെയ്യുന്നത് അവര് ഒരു പരിധിവരെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു എന്നല്ലാണ്ട് ഈ തള്ളാഹു ഏറിൽ കയറുക, കൊതമത് ഏറിൽ കയറുക എന്നുള്ള പരിപാടിയൊന്നും അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവർക്കൊരു പരിധിയുണ്ട്. പക്ഷെ അവർ നോക്കുമ്പം ഞാൻ എരുശലേമിൽ നിന്ന് അടിക്കുന്ന അടി ഒരു 1.5 അടി. കാരണം പെണ്ണെന്ന് പറയുമ്പോഴേ ഹറാമാണല്ലോ ഇവർക്ക്. പെണ്ണ് സംസാരിക്കാൻ പാടില്ല, പെണ്ണെന്ന് പറയുമ്പോഴേ ഹറാമ്. അതേ പെണ്ണ് തന്നെ നമ്മുടെ കൊതമത് നബിയെ വിഷം കൊടുത്ത് കൊന്നതും ഒരു ജൂത സ്ത്രീ. നമ്മുടെ കൊതമത് നബിയെ വിഷം കൊടുത്ത് കൊന്നതും ആരാ? ഒരു ജൂത സ്ത്രീയാ. അതുപോരാനിട്ട് എരുശലേമിൽ നിന്നും അതേപോലെ ഒരു ജൂത സ്ത്രീ ഇരുന്നുകൊണ്ട് നമ്മളെ കൂടെ തള്ളാഹുവിനെ കൊതമതിനെ ഏറി കയറ്റിക്കൊണ്ടേയിരിക്കുമ്പം സഹിക്കുമോ ഇവന്മാർക്ക്? ഒരിക്കലും സഹിക്കത്തില്ല. അപ്പം ഇവന്മാരെന്ത് ചെയ്തു? സലീന സത്താർ മകളെ സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ട് വന്നിട്ട് ഈ ഡയലോഗൊക്കെ ചോദിക്കുക. അതിനൊക്കെ ഒരു അന്തസ് വേണം. ഒളിച്ചുമ്പോ അത് പേടിച്ചു വന്ന് എനിക്ക് കമന്റ് ഇടരുത്. ഞാൻ ലൈവിലല്ലേ ഫേസ് ടു ഫേസ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുക. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം?
ബെന്നീക്കോ ചാക്കാല മുറ്റത്ത് നിന്റെ അടക്കം കഴിഞ്ഞില്ലേടാ ഇതുവരയ്ക്കും? ക്രിസ്ത്യാനികളുടെ പേര് കളയാനോ? അയ്യോ. ക്രിസ്ത്യാനികൾ നിന്നെപ്പോലെ ശിഖണ്ഡികളല്ലല്ലോടാ. എല്ലാ ക്രിസ്ത്യാനിയും നിന്നെപ്പോലെ ശിഖണ്ഡികളല്ലല്ലോ. ആണും പെണ്ണും കെട്ടവനെ. ചാക്കാല മുറ്റത്തെ അവന് ചാക്കാല മുറ്റത്താണ് പോലെ കുണ്ടൻ. അവൻ കുണ്ടനായതുകൊണ്ടാണ് ഭാര്യ എന്ത് ചെയ്തത്? കള്ളവെടിവെക്കാൻ പോയത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ടൊരു ക്രിസ്ത്യാനി ആയിരിക്കാൻ അവന് യോഗ്യതയില്ല. ഞാൻ ഒരു കുണ്ടനായിപ്പോയി. കുണ്ടന്മാരെങ്ങനെയാ ക്രിസ്ത്യാനികൾ ഇരിക്കുന്നത്? അതുകൊണ്ട് ഇനി മുകളിൽ തള്ളാഹുവിന്റെ കൊതമത് മതത്തിൽ ചേർന്ന് ഉസ്താദുമാർക്ക് കുണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞ് പ്രതിജ്ഞ എടുത്തു വന്നിരിക്കുന്ന മോൻ ബെന്നീക്കോ ചാക്കാല മുറ്റത്ത്. അപ്പം വേഗം പോയി ചാക്കാല മുറ്റത്ത് നടത്ത്. പിന്നെ വാ. കേട്ടോ? ഓട്. ബെന്നീക്കോ ചാക്കാല മുറ്റത്തെ പോയി ചെല്ലും. വേഗം പോയി അടക്കമൊക്കെ തീർത്ത് പതുക്കെ അങ്ങ് വന്നാ മതി. കേട്ടോ? ഇപ്പൊ വേഗം വരണ്ട നീ. അവന്റെ ചാക്കാല മുറ്റത്താണ് പോലും. അപ്പൊ മകൻ പോയി ആദ്യം പോയി കുഴിയെടുത്ത് ചാക്കാലയൊക്കെ നടത്തിയിട്ട് പതുക്കെ അങ്ങ് വന്നാൽ മതി. ഇപ്പൊ ചാടി വരണ്ട, സമയം വെറുതെ പോകും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. അപ്പം ഒരു കാര്യം, ഈ പോപ്പുലർ ഫ്രണ്ടുകാർ അന്നേ ഇവരെന്ത് ചെയ്തു? ഇസ്രായേലിൽ കൊട്ടേഷൻ കൊടുത്തു എന്നെ കൊല്ലാൻ. അതായത് നിങ്ങൾ മനസ്സിലാക്കണം. ചന്ദനത്ത് ഒരു മിനിറ്റ്. സഹോദരങ്ങളെ, ചന്ദനത്ത് ഇവന്റെ ഉമ്മ ഒരു വേശ്യയാണ് എന്നാണ് അവൻ പറയുന്നത്. അതുകൊണ്ട് ഇവന്റെ ഉമ്മ വേശ്യയായതുകൊണ്ട് ചന്ദനത്തിന്റെ ഉമ്മ വേശ്യയെ എന്താ പറയുന്നത്, അവന് ഭയങ്കര വെറുപ്പാണെന്ന്. അവന് ഭയങ്കര വെറുപ്പാ ചന്ദനത്തിന്റെ ഉമ്മ വേശ്യയെ. കാരണം അത്രയ്ക്കും പറവടി ഒരു ഉമ്മയാണ് അവന്റെ ഉമ്മ എന്ന് പറയുന്നത്. മനസ്സിലായോ? കണ്ടല്ലോ, വേശ്യ ഉമ്മ പറന്ന് നടന്ന് വെടിവെച്ചതിന്റെ വകയിലുണ്ടായ ഒരു മോനായി മോൻ. പേര് ചന്ദനത്താ. അതിനാണ് നിനക്ക് ചന്ദനത്ത് എന്നൊക്കെ പേരിട്ടിരിക്കുന്നത്. അയ്യോ കഷ്ടം. ആ ഉമ്മയെ നിങ്ങൾക്ക് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരട്ടെ. ആ പറവടി ഉമ്മേനെ. ഈ പ്രായത്തിലും പറന്ന് വെടിവെക്കാൻ പ്രാപ്തിയുള്ളൊരു ഉമ്മ. ഇപ്പൊ തന്നെ കണ്ടോളൂ. പറന്ന് നടന്ന് വെടിവെക്കാൻ പ്രാപ്തിയുള്ള ഉമ്മയാണ്. 90-ാം വയസ്സിലും ഭയങ്കര പ്രാപ്തിയാണെന്ന് അവൻ കമന്റ് ബോക്സിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നത്. അവന്റെ ഉമ്മയ്ക്ക് പറന്ന് നടന്ന് വെടിവെക്കാൻ പറ്റിയ സവാദ് ബീജിയം. നമുക്ക് ബീജിയത്തോടു കൂടി തന്നെ നിന്നെ ഏറി കേറ്റാടാ സവാദ്. നീ വിഷമിക്കണ്ട. സവാദ് ബീജിയം. നമുക്കൊരു ബീജിയം ഇട്ട് തന്നെ നമുക്ക് ഏറി കയറ്റി ഇപ്പൊ സവാദ് ബീജിയം ഒരു ബീജിയത്തോടു കൂടി തന്നെ ഏറി കയറുന്നതായിരിക്കും. സവാദ് ബീജിയമേ, ഈ ബീജിയം മതിയോ നിനക്ക്? നമുക്ക് സവാദ് ബീജത്തിൽ നമുക്കൊരു ബീജത്തോടു കൂടി തന്നെ ഏറി കയറ്റിയാലോ? കമന്റ് ബോക്സ് കാണുമ്പം മക്കളെ ഡോണ്ട് ചൊറിഞ്ഞുകൊണ്ട് വരരുത് നിങ്ങൾ. അത് നിങ്ങൾക്ക് അടി ധാരാളമായിട്ട് കൊള്ളാൻ സാധ്യതകൾ ഏറും എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ട് കമന്റ് ബോക്സിനകത്ത് വന്ന് മക്കളെ അടി എരന്ന് വാങ്ങിക്കുന്നവരെ സൂക്ഷിച്ചാൽ നിങ്ങൾ ദുഃഖിക്കേണ്ട എന്നുള്ളത് ഞാൻ നിങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഈ സ്ഥലത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത്
ചോദിച്ചു വാങ്ങുവിൻ. സവാദ് BGMന്റെ ഉമ്മ ഓടി നടന്ന് വെടിവെക്കുന്നത് കൊണ്ട് സമനില തെറ്റി നടക്കുകയാണെന്നാണ് പറയുന്നത്. അതിന് പറ്റി എന്തെങ്കിലും ഗുളിയ ഉണ്ടോ ചേച്ചി എന്നാ ചോദിക്കുന്നത്. അതിന് ഉമ്മയുടെ സമനില തെറ്റിപ്പോയതിന് ഗുളിയല്ല, ഉസ്താദുമാരുടെ എന്താ പറയുന്നത് അടുത്തേക്ക് പറഞ്ഞു വിടുന്നത് മാത്രം നിർത്തിയാൽ മതി. അല്ലെങ്കിൽ ഒരു ചങ്ങലയ്ക്ക് നിന്റെ ഉമ്മയെ ഇട്ട് വെച്ചിരുന്നാലും നിന്റെ ഉമ്മയുടെ സമനില തെറ്റിപ്പോകത്തില്ല. അല്ലെങ്കിൽ നിന്റെ ഉമ്മ പറഞ്ഞു നടന്ന് വെടിവെക്കൂടാ സവാദ് BGM. പറഞ്ഞ മനസ്സിലായോടാ? പിന്നെ BGM ഇട്ട് നിന്റെ ഉമ്മയുടെ ഭോഗത്തിന് നീ എന്ത് ചെയ്യേണ്ടി വരും? കൂട്ടു നിൽക്കേണ്ടി വരും. പിന്നെ ഈ BGM ആയിരിക്കരുത്. വിക്രം സിനിമയിലെ ആ ഊ എന്ന് പറയുന്ന ആ BGM ആയിരിക്കും പിന്നെ ഉമ്മയ്ക്ക് നീ ഇട്ട് കൊടുക്കേണ്ടി വരുന്നത്. പറഞ്ഞ മനസ്സിലായല്ലോ? സവാദ് എന്നുള്ള പേര് കേൾക്കുമ്പോഴേ അണ്ടി കാണിക്കുന്നവന്മാരെ ഓർമ്മ വരുന്നത്. അവൻ സവാദ് BGM കൂടി ഇവനിടണം പോല്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോണേ. സവാദ് എന്ന് പേര് കേട്ടാലേ ഓർമ്മ വരുന്നത് എന്തുവാ? ബസ്സിനകത്ത് അണ്ടി കാണിച്ചവനെയാ ഓർമ്മ വരുന്നത്. അപ്പൊ ആ കൂട്ടത്തിൽ ഇവന് ഒരു പേരിട്ട് കൊടുക്കണമെന്ന്, സവാദ് BG ഇട്ട് കൊടുക്കണം പോലെ. നീ ഒരു കാര്യം ചെയ്യും, ഉമ്മ ഇപ്പൊ പോയിട്ട് ഇവിടെ ഇത് ഇടുന്നുണ്ട്, ഉസ്താദുമാർക്ക് കൊതം കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. നീ പോയി BGM ഇട്ട് കൊടുക്ക്, ഇവിടെ നിന്ന് സമയം കളയാതെ. വിവരം കേട്ടവനെ ചെല്ല്. വന്ന് അടി എരന്ന് മേടിക്കാൻ വേണ്ടി എന്റെ പേജിലോട്ട് കയറി അങ്ങ് വരും. അടി എരന്നിരന്നിരന്ന് റീന എനിക്ക് അടി തരൂ. ഞാൻ കഴിഞ്ഞ ദിവസം പാടിയ പാട്ടുണ്ടല്ലോ ഈറാനിന്റെ കണ്ടം കീറി ഡണ്ടക 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 കൊതമേനിയുടെ കളസം കീറി ഡണ്ടക 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 ഹമാസിന്റെ ചാരം വാരി ഡണ്ടക 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 ഹിസ്ബുള്ളായെ തൂത്തുമാരി ഡണ്ടക 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 ഹൂത്തികളുടെ കുണ്ടിക്കടിച്ച് നടുവ് തകർത്തു അണ്ടങ്കീറി ഓടി ഓടി വാ കൊതമത് ഗോയാസേ എരിശേമിന്നും മടിയും വാങ്ങി ഓട് ഗോയാസേ ഓടി ഓടി വാ കൊതമത് ഗോയാസേ എരിശേമിന്നും മടിയും വാങ്ങി ഓട് ഗോയാസേ ഹാ ഹി ഹു എന്ന് കോമഡി പറഞ്ഞു. ഹമാസ് ഹിസ്ബുള്ള ഹൂത്തി എന്ന് കോമഡി പറഞ്ഞു. ഇറാൻ വന്ന് ഇപ്പോൾ തീർക്കും എന്ന് പറഞ്ഞില്ലേ, അടിയും വാങ്ങി കളിസങ്കീറി ഓടി മറഞ്ഞില്ലേ. കൊതമേനിയെ കണ്ടവരുണ്ടോ? ഡണ്ടക്ക ഡണ്ടക ഡണ്ടക ബംഗറിൽ ഓടിപ്പോയി ഡണ്ടക്ക ഡണ്ടക ഡണ്ടക. ഇപ്പോൾ തീർക്കാന്ന് പറഞ്ഞ് വന്നവർ, ഇപ്പോൾ തീർക്കാന്ന് പറഞ്ഞ് വന്നവർ പിന്നെ കൊതങ്കീറി പൊളിഞ്ഞ് പോയല്ലോ, പിന്നെ കൊതങ്കീറി പൊളിഞ്ഞ് പോയല്ലോ. ഇറാനിന്റെ അണ്ടം കീറി ഡണ്ടക 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 കൊതമേനിയുടെ കളസം കീറി ഡണ്ടക 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 ഹമാസിന്റെ ചാരം വാരി ഡണ്ടക 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 ഹിസ്ബുള്ളയെ തൂത്തു വാരി ഡണ്ടക 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 ഡണ്ട. ആരോടാ കളിക്കുന്നേന്ന് നോക്കി കളിയുടെ കോയമാരെ ഓടി ഓടി വാ കൊതമത് ഗോയാസേ ഇന്നും മടിയും വാങ്ങി ഓട് ഗോയാസേ ഓടി ഓടി വാ കൊതമത് ഗോയാസേ ഇന്നും മടിയും വാങ്ങി ഓട് ഗോയാസേ. കണ്ടോ അടി മേടിക്കാൻ വേണ്ടി വരുന്ന കോയകള്. ഇറാന്റെ കയ്യിൽ നിന്ന് ഒരു ഭാഗം ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് നാട്ടിലുള്ള മിഡിൽ ഈസ്റ്റിലെ സകല കോയന്മാരും അടിമേടിക്കും. എരുശലേമി വന്ന് കേരളത്തിലുള്ള സകല കോയന്മാരും എൻ്റെ കയ്യിൽ നിന്ന് അടിമേടിക്കും. എന്തിനാടാ ഇങ്ങനെ വന്ന് വലിഞ്ഞേറി അടിമേടിക്കുന്നേ? നിന്റെയൊക്കെ പാട് നോക്കിയിരുന്ന വല്ല പ്രശ്നമുണ്ടോ? ഇതിനൊക്കെ അടിമേടിക്കുവോ? ഇത് കണക്ക് ഹാ ഹി ഹു എന്ന് കോമഡി പറഞ്ഞു. ഹമാസ് ഹിസ്ബുള്ള ഹൂത്തി എന്ന് കോമഡി പറഞ്ഞു. എന്താണെന്നറിയാമോ? ഹാ ഹി ഹു ഹ ഹമാസ് ഹി ഹിസ്ബുള്ള ഹു ഹൂത്തി. മനസ്സിലായോ? ഹമാസ് ഹിസ്ബുള്ള ഹൂത്തി. ഹ ഹമാസ് ഹി ഹിസ്ബുള്ള ഹു ഹൂത്തി. ഹ ഹി ഹു എന്ന് കോമഡി പറഞ്ഞു. ഹമാസ് ഹിസ്ബുള്ള ഹൂത്തി എന്ന് കോമഡി പറഞ്ഞു. ഇറാൻ എന്നിട്ടെന്തുവാ? ഇറാൻ വന്ന് ഇപ്പോൾ തീർക്കും എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ എന്താ പറഞ്ഞ? ഇറാൻ വന്ന് ഇപ്പൊ തീർക്കും. ചേച്ചി റീന എടി ഇറാൻ വന്ന് ഇപ്പൊ തീർക്കൂടി, ഇപ്പൊ തീർക്കും. ഹാ ഹി ഹു എന്ന് കോമഡി പറഞ്ഞു. ഹമാസ് ഹിസ്ബുള്ള ഹൂത്തി എന്ന് കോമഡി പറഞ്ഞു. ഇറാൻ വന്ന് ഇപ്പോൾ തീർക്കും എന്ന് പറഞ്ഞില്ലേ? അടിയും വാങ്ങി കളസം കീറി ഓടി മറഞ്ഞില്ലേ? അടിയും കൊണ്ട് കളസവും കീറി ഓടി മറഞ്ഞില്ലേ? കൊതമേനിയെ കണ്ടവരുണ്ടോ? ഡണ്ടക്ക ഡണ്ടക ഡണ്ടക ബംഗറിൽ ഓടിപ്പോയി ഡണ്ടക്ക ഡണ്ടക ഡണ്ടക. ഇപ്പോൾ തീർക്കാന്ന് പറഞ്ഞ് വന്നവർ,
ഇപ്പോൾ തീർക്കാന്ന് പറഞ്ഞ് വന്നവർ. ഇറാന്റെ പിന്നെ കൊതങ്കീറി പൊളിഞ്ഞ് പോയല്ലോ, പിന്നെ കൊതങ്കീറി പൊളിഞ്ഞ് പോയല്ലോ. ഇറാനിന്റെ അണ്ടങ്കീറി ഡണ്ടക്ക ഡണ്ടക്ക ഡണ്ടക്ക, കൊതമേനയുടെ കളസങ്കീറി ഡണ്ടക്ക ഡണ്ടക്ക ഡണ്ടക്ക, ഹിസ്ബുള്ള ഹമാസിന്റെ ചാരം വാരി ഡണ്ടക്ക ഡണ്ടക്ക ഡണ്ടക്ക. അയ്യോ നിസാമുദ്ദീൻ ഡോണ്ട് ഏയ് ഫേസ് ടു ഫേസ്. ഞാൻ പെണ്ണ, അപ്പൊ പെണ്ണിനോട് സംസാരിക്കാൻ തൻ്റെ ഇടമുള്ള ആണുങ്ങളാണെങ്കിലും കുഴപ്പമില്ല. പെണ്ണുങ്ങൾ വരത്തില്ല, നിങ്ങളുടെ കൂട്ടത്തിലുള്ള പെണ്ണുങ്ങൾ വരത്തില്ല, ഒന്നാമത്തെ കാര്യം. അപ്പൊ തൻ്റെ ഇടമുള്ള ആണുങ്ങളുണ്ടോടാ? കുണ്ടന്മാർക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, മനസ്സിലായോ? കുണ്ടന്മാർക്ക് സംസാരിക്കാനുള്ള ചാൻസ് ഇല്ല. മനസ്സിലായോ? കുണ്ടന്മാർ ഇങ്ങോട്ട് കയറി സംസാരിക്കരുത്, കുണ്ടന്മാർക്ക് സംസാരിക്കാനുള്ള അവസരമില്ല. ഞാൻ എന്നെ പറഞ്ഞ മറുപടി പറഞ്ഞിരിക്കും. എന്നോട് സൂക്ഷിച്ചും കണ്ടും ഇങ്ങോട്ട് കമന്റ് ഇട്ടാൽ അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും. ഇരന്നടി പേടിക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. ഈ പാട്ട് ഏതാണെന്നറിയാമോ? അണ്ടങ്കാക്ക കൊണ്ടക്കാരി രണ്ടക 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 രണ്ടക, അച്ചുവേല തുണ്ടക്കാരി രണ്ടക രണ്ടക രണ്ടക, അയ്യാറെട്ട് പൊണ്ണുക്കാരി രണ്ടക രണ്ടക. അപ്പൊ നമുക്ക് ആ പാട്ടിനെ നമ്മുടെ സ്റ്റൈലിലൊന്ന് മാറ്റി പിടിച്ചു എന്നേ ഉള്ളൂ. ഇറാനിന്റെ അണ്ടങ്കീറി ഡണ്ടക 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 ഡണ്ടക, കൊതമേനിയുടെ കളസങ്കീറി ഡണ്ടക 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 ഡൺ, ഹമാസിന്റെ ചാരം വാരി ഡണ്ടക 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 ഡൺ, ഹിസ്ബുള്ളായെ തൂത്ത് വാരി ഡണ്ടക 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 ഡണ്ടക, കൂത്തികളുടെ കുന്തി കടിച്ചു നടുവ് തകർത്തു അണ്ടങ്കീറി ഓടി വാ കൊതമത് ഗോയാസേ, യെരുശലേം ഇന്നും മടിയും വാങ്ങി ഓട് ഗോയാസേ, ഓടി വാ കൊതമത് ഗോയാസേ, യെരുശലേം ഇന്നും മടിയും വാങ്ങി ഓട് ഗോയാസേ. ഹാ ഹി ഹു എന്ന് കോമഡി പറഞ്ഞു, ഹമാസ് ഹിസ്ബുള്ള കൂത്തി എന്ന് കോമഡി പറഞ്ഞു, ഹാ ഹി ഹു എന്ന് കോമഡി പറഞ്ഞു, ഹമാസ് ഹിസ്ബുള്ള കൂത്തി എന്ന് കോമഡി പറഞ്ഞു. ഇറാൻ വന്ന് ഇപ്പോൾ തീർക്കും എന്ന് പറഞ്ഞില്ലേ, അടിയും വാങ്ങി കളസം കീറി ഓടി മറഞ്ഞില്ലേ, കൊതമേനിയെ കണ്ടവരുണ്ടോ ഡണ്ടക്ക ഡണ്ടക്ക ഡണ്ടക, ബംഗറിൽ ഓടിപ്പോയി ഡണ്ടക്ക ഡണ്ടക്ക ഡണ്ടക. ഇപ്പോൾ തീർക്കാന്ന് പറഞ്ഞ് വന്നവർ, ഇപ്പോൾ തീർക്കാന്ന് പറഞ്ഞ് വന്നവർ, പിന്നെ കൊതങ്കീറി പൊളിഞ്ഞ് പോയല്ലോ, പിന്നെ കൊതങ്കീറി പൊളിഞ്ഞ് പോയല്ലോ. ഇറാനിന്റെ അണ്ടങ്കീറി ഡണ്ടക്ക ഡണ്ടക ഡണ്ടക, കൊതമേനിയുടെ കളസങ്കീറി ഡണ്ടക്ക ഡണ്ടക ഡണ്ടക, ഹമാസിന്റെ ചാരം വാരി ഡണ്ടക്ക ഡണ്ടക ഡണ്ടക, ഹിസ്ബുള്ളയെ തൂത്തുവാരി ഡണ്ടക്ക ഡണ്ടക ഡണ്ടക. ആരോടാ കളിക്കുന്നേന്ന് അറിഞ്ഞ് കളിയട കോയമാരെ, ഓടി വാ കൊതമത് ഗോയാസേ, യെരുശലേം ഇന്നും മടിയും വാങ്ങി ഓട് ഗോയാസേ, ഓടി വാ കൊതമത് ഗോയാസേ, യെരുശലേം ഇന്നും മടിയും വാങ്ങി ഓട് ഗോയാസേ. അപ്പൊ യെരുശലേം ഇന്നും മടിയും വാങ്ങി ഓടാ ഗോയളെ. അടി വാങ്ങിക്കാൻ വേണ്ടി വരുന്ന, എരന്നും അടി വാങ്ങിക്കാൻ വേണ്ടി വരുന്ന കുറെ എണ്ണങ്ങള്. സവാദ് BGM കണ്ടോ, അടുത്ത അടി വാങ്ങിക്കാൻ വീണ്ടും വന്നു കണ്ടോ. എടാ ഇപ്പൊ തന്നെ പാടി വെച്ചതേ ഉള്ളൂ. യെരുശലേമിൽ നിന്നും അടിയും വാങ്ങി ഓടാതെ കോയായ എന്ന് പറഞ്ഞിട്ട് അപ്പൊ പറയുക, ഇല്ല ചേച്ചി ഞാൻ അടി വാങ്ങിച്ചിട്ട് അടകത്താണ് ചേച്ചി, ഇനിയിപ്പൊ നിനക്ക് തരാമെന്ന അടി ഇങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ നീ കണ്ടിരുന്നു, ഇപ്പൊ തരാവേ, നീ വിഷമിക്കണ്ടായേ. സവാദ് BGM സഹോദരങ്ങളെ, സവാദ് BGMനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരിചയപ്പെട്ടിട്ട് വന്നിട്ട് നമുക്ക് ഇങ്ങനെ പരിചയപ്പെടാം. ഇതാണ് സവാദ് BGM. കണ്ടല്ലോ മക്കളെ, ഇതാണ് നമ്മുടെ സവാദ് BGM. മലപ്പുറംകാരനാണേ, അതുകൊണ്ടാണ് അടി വാങ്ങാൻ എരന്ന് അടി വാങ്ങിക്കാൻ പോകുന്നത്. കണ്ടോ നിങ്ങള്? അവൻ എന്താ കമന്റ് ഇട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാദ് BGM പറയുവാണ്, പോയി തൂറി എറിയൂന്ന് ആർക്കോ കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പം തൂറി എറിഞ്ഞത് ആരാന്നറിയണോ? സവാദ് BGM. നിനക്കൊരു BGM തന്നിട്ട് നമുക്ക് ആ തൂറി എറിഞ്ഞ ആളുടെ പേര് പറയാം. മനസ്സിലായോ? അപ്പൊ സവാദ് BGM തൂറി എറിഞ്ഞത് ആരാന്ന് നിനക്ക് അറിയണോ? ഇപ്പം ഇപ്പൊ തൂറി എറിഞ്ഞത് ആരാന്നുള്ളത് ഞാൻ ഇപ്പൊ പാടിത്തരാം. എന്തുവാ ആ പാട്ട്? എന്താണ് നമ്മുടെ കൊതമത് കോയ
പറമ്പിൽ തൂറാൻ പോയപ്പോൾ മാനത്തെ കൂറികളെല്ലാം കൈകൊട്ടി പാടി കോയാ മുക്കിത്തൂറ് 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 കോയാ മുക്കിത്തൂറ് 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 കൊതമത് കോയ പറമ്പിൽ തൂറാൻ പോയപ്പോൾ മാനത്തെ കൂറികളെല്ലാം കൈകൊട്ടി പാടി കോയാ മുക്കിത്തൂറ് 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 കോയാ മുക്കിത്തൂറ് 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 മുക്കിത്തൂറ്. അപ്പൊ കൊതമത് കോയ തൂറാൻ പോയപ്പം മാനത്തെ ഊറുകളെല്ലാം കൂടി ചേർന്ന് പറഞ്ഞു, എന്റെ കോയ ഒന്ന് മുക്കിത്തൂറ് കോയ മുക്കിത്തൂറ് കോയ മുക്കിത്തൂറ് കോയ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ മുക്കി മുക്കി തൂറി എറിഞ്ഞതാടാ തൂറാൻ എന്ന് പറയുന്ന നിന്റെ പുസ്തകം. അപ്പൊ തൂറി എറിയൂ എന്ന് നീ കമന്റ് ഇട്ടാൽ നീ മനസ്സിലാക്കണം നിന്റെ തൂറാൻ എന്ന് പറയുന്ന പുസ്തകം എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. തൂറാൻ മുക്കി തൂറി എറിഞ്ഞ സാധനം തന്നെയാണ് ഈ തൂറാൻ. അത് നീ തന്നെ വന്ന് പറയണമല്ലോ, സമ്മതിച്ചിരിക്കുന്നതിനെ. മനസ്സിലായോ? ആ മുക്കി തൂറി എറിഞ്ഞ സാധനത്തിനെ വഹിച്ചുകൊണ്ട് നടക്കുന്ന മുത്തുകളാണ് നിങ്ങളെല്ലാം. കുത്തുനബിയെ പോലത്തെ മുത്തുകള്. കൊതമത് പോയാ മുക്കി മുക്കി തൂറി അവിടുന്ന് തന്നു. ആ തൂറാൻ എടുത്തു വെച്ചിട്ട് ആ തൂറാൻ എന്തോ മഹാസാധനമാണെന്ന് പറഞ്ഞിട്ട് പണ്ട് കൊതമത് പറമ്പി തൂറാൻ പോയപ്പോ കൊതമതിന്റെ തീട്ടം പോലും പിറക്കിയെടുക്കാൻ വേണ്ടി സഹാബിമാര് പുറകെ നടന്ന് നിന്റെ ഉസ്താദുമാര് തന്നെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. പോയി ചോദിച്ചു നോക്ക് സവാദെ, ഇനിയൊരു ബീജം നിനക്കിടാൻ പറ്റുന്ന ഒരു ബീജം എന്ന് പറയുന്നത് മനസ്സ് മൈനേ വരൂ ഞാനിപ്പോൾ കുഴിയിൽ പോകും എൻ്റെ അരുമ ഉമ്മ ഓടി വരൂ ഞാനിവിടെ ചത്തു പോകും. നിനക്ക് പറ്റിയ ബീജം അതാണ്ടാ സവാദെ. മനസ്സിലായോ? കൊതമത് കോയ തൂറിയെറിയുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ഇപ്പൊ പാടി വെച്ചതേ ഉള്ളൂ. അടികൊണ്ട് ഓടിവായ കോടമാരെ. റൈഡർ JP, അമ്മായിയുടെ പഴയ കുത്ത് വീഡിയോ ലീക്കായല്ലോ. ആണോ? അന്നപ്പുറത്ത് മാറിയിരുന്നു പോയി കുത്ത് ജെല്ല്. റൈഡർ JP സ്വന്തം പ്രൊഫൈലിൽ വന്ന് ഇടറാ അതൊക്കെ ഇടണമെങ്കിൽ. അമ്മായിയുടെ കുത്ത് വീഡിയോ ലീക്കായെന്ന് എന്നാ ഓടി നടന്ന കുത്ത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കൊണ്ട് നിങ്ങൾ കൊണ്ടൊക്കെ കുത്ത് വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നോക്കിയും കണ്ടൊക്കെ ഉണ്ടാക്കണേ. ഫേസൊക്കെ മാച്ച് ചെയ്ത് ഉണ്ടാക്കുമ്പോഴേ കുത്തി തൂർന്ന വീഡിയോയിൽ ഉണ്ടാക്കിയിടുക. എന്നിട്ട് വേണം ആ തീട്ടം വരെ നിന്റെയൊക്കെ മോന്തൊക്കെ അറിയാനായിട്ട്. കുത്ത് വീഡിയോ ലീക്കായി പോലെ. നിങ്ങൾ ഇനി ലീക്കാക്കി കുറെ വീഡിയോകൾ ഇറക്കുമല്ലോ. പോടാ വിവരം കെട്ടവന്മാരെ. നിന്നെയൊക്കെ ഇതല്ല ഇതിനപ്പുറവും ഞാൻ കണ്ടിരിക്കുന്നതാ. നിങ്ങൾ ഇനി എന്തെല്ലാം പണിയൊപ്പിക്കൂ എന്നുള്ളത് എനിക്ക് നല്ല വൃത്തിയാണ് അറിയാം. റീന കരയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കരയുന്ന വീഡിയോ, എന്റെ ഇമ്മ മരിച്ചപ്പോൾ ഞാൻ കരഞ്ഞ വീഡിയോയും എടുത്തുകൊണ്ടല്ലേ നീയൊക്കെ നടക്കുന്നതിന്റെ. നീയെല്ലാം കൊതമതിന്റെ ആൾക്കാരല്ലേടാ. നിന്നിൽ നിന്നും എന്ത് പ്രതീക്ഷിക്കാൻ അതിയെപ്പറ്റ്? കൊതമതിന്റെ ആൾക്കാരിൽ നിന്നും എന്ത് നല്ലത് പ്രതീക്ഷിക്കണം നമ്മൾ? ഒന്നും നല്ലത് പ്രതീക്ഷിക്കാനില്ല. റീനേട്ടൻ ഈ കുത്ത് വീഡിയോ കൊണ്ട് ആരുമായിട്ട് തുലിക്കനുമായിട്ട് കുത്ത് ചെയ്യുന്ന വീഡിയോ ആണോ? അയ്യോ എനിക്ക് വയ്യ. എടാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് നിങ്ങൾ കുത്ത് വീഡിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ വല്ല യഹൂദനുമായിട്ടൊക്കെ ഉണ്ടാക്കി വെക്കടാ. അങ്ങനെയെങ്കിലും ആശ്വസിക്കട്ടടാ. ഞാൻ കണ്ട് കേട്ടടാ. തുലിക്കന്മാരെ പറഞ്ഞ വല്ല മനസ്സിലാകുന്നുണ്ടോ? വല്ല കോയന്മാരുടെയും എടുത്തു വെച്ച് വെക്കല്ലേ. അയ്യോ എന്റെ കർത്താവെ, തൂങ്ങിച്ചെത്താ മതി അത് കാണുമ്പോ. നമ്മുടെ ഫോണിൽ വല്ല കാണാൻ വിധി ഉണ്ടെങ്കിൽ കാർക്കിച്ച് തുപ്പാനും പറ്റത്തില്ലല്ലോ. ഫോൺ എന്റെ ഫോണായി പോയില്ലേ. അതുകൊണ്ട് കൊതമതിന്റെ മക്കളെ, നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അതുകൊണ്ട് വെളിച്ചെണ്ണ പ്രയോഗം നടത്തുന്ന തുലിക്കനുമായിട്ടൊന്നും ദയവ് ചെയ്ത് കുത്തു വീഡിയോ ഒന്നും മോർഫ് ചെയ്തൊന്നും ആക്കി വെക്കല്ലേ. അങ്ങനെ നിങ്ങൾക്ക് വല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി വല്ല കുത്തു വീഡിയോ ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ വല്ല യഹൂദന്റെയും പിടിച്ചു വെച്ച് ചെയ്തോ, ഒരു കുഴപ്പമില്ല. അങ്ങനെയെങ്കിലും ആശ്വസിക്കാം. അങ്ങ് ഇറങ്ങിയിരിക്കുക. റീനയുടെ കുത്ത് വീഡിയോ ലീക്കായി വന്ന് കാണൂ ഓടി വരൂ. റീനയുടെ കുത്ത് വീഡിയോകൾ റെഡിയായി. കുത്ത് വീഡിയോ ലീക്കായിട്ടുണ്ട്. എടാ, കൊതമതിന്റെ മക്കളിൽ നിന്നും അധികം ഒന്നും പ്രതീക്ഷിക്കാനില്ല. ഇതൊക്കെ നമ്മൾ നേരത്തെ നീയൊക്കെ മനസ്സിൽ കാണുന്നതിന് മുമ്പേ ഞാനൊക്കെ ഇതൊക്കെ മാനത്തിൽ കണ്ടോണ്ടിരിക്കടാ. ഇത് വിവരം കെട്ടവന്മാരെ. മനസ്സിലായോ?
നീയൊക്കെ മനസ്സിൽ കാണുന്നതിന് മുമ്പേ ഞാനൊക്കെ ഇത് മാനത്തിൽ കണ്ടുകൊണ്ടിരിക്കുവോ, നീയൊക്കെ എന്തൊക്കെ ഇനി കലാപരിപാടികളെ ഒപ്പിക്കാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് ഒരു നല്ല നമസ്കാരം ഞാൻ തരികയാണ്. ഞാൻ അല്പമെങ്കിലും ഒരു കരുണ എന്നോട് കാണിക്കൂ. എന്റെ ഫേസ് എടുത്ത് വെച്ചിട്ട് വല്ല കുത്തു വീഡിയോ ഉണ്ടാക്കാൻ വല്ല ഭാവോ വല്ല ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അണ്ടിത്തുരുക്കന്മാരുടെ അടുത്ത് മാത്രം കൊണ്ടുപോകരുത്. അത് മാത്രം നിങ്ങൾ എന്നോട് കരുണയോടുകൂടി ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ ഓർമ്മിക്കുന്നു. അയ്യോ ആവശ്യമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവന്മാർ ഇത്രയ്ക്കേ ഉള്ളു സഹോദരങ്ങളെ. ഇവന്മാരെ കൂടുതലൊന്നും നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇവന്മാർ പല രീതിയിലും എന്താ പറയുന്നത് വന്ന് എന്തുവാ വേലത്തരം കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ല അറിയാം. ഞാൻ കരഞ്ഞു പോലും. ഇസ്രായേലിൽ നിന്നും റീന കരയുന്ന വീഡിയോ അങ്ങ് ഇറങ്ങിയിരിക്കുക. റീന ഇസ്രായേലിൽ ബോംബ് വീഴുന്നതിന് ഓർത്ത് കരയുന്നു പോലെ എന്ന് പറഞ്ഞിട്ട്, എടാ പോടാ. എൻ്റെ അമ്മ മരിച്ച വീഡിയോ എടുത്തോണ്ട് വന്നിരിക്കുക കരയുന്നു എന്ന് കാണിച്ച് പ്രചരിപ്പിക്കാനായിട്ട്. വ്യാജം പിടിച്ചവന്മാര് കള്ളത്തരത്തിന്റെ തലയ്ക്ക് മനസ്സിലായോ? കള്ളത്തരത്തിന്റെ തലയ്ക്ക് പിടിച്ച് മൂത്ത് കിടക്കുന്നവന്മാരെ കള്ളത്തരം വ്യാജം. കർത്താവ് ചുമ്മാ അല്ലേ പറഞ്ഞമാര് പോഷ്കിന്റെ അപ്പനുമാണെന്ന് പറഞ്ഞിട്ട് മാരെ. അപ്പൊ സവാദ് സമാധിയായി. സവാദ് ഗതം വർഗയാ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് അടി വാങ്ങിക്കാൻ വേണ്ടി വരരുത്. നിങ്ങള് അടി എരന്ന് വാങ്ങിക്കരുത്. എന്നെ നിങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ നല്ലവനക്ക് റൊമ്പ നല്ലവളാ. ദൈവം എൻ്റെ എത്രയോ പേര് എനിക്ക് നല്ല കമന്റുകൾ ഇടുന്നു. എത്രയോ പേര് എനിക്ക് നല്ല നല്ല കമന്റുകൾ ഇടുന്നത്. അവർക്ക് വല്ലതും ഞാൻ തിരിച്ചു വല്ല മറുപടിയും കൊടുക്കുന്നുണ്ടോ? പക്ഷെ കെട്ടവനക്ക് റൊമ്പ കെട്ടവൻ. പറഞ്ഞ മനസ്സിലായോ? ഞാൻ നല്ലവനക്ക് റൊമ്പ നല്ലവൻ, പക്ഷെ കെട്ടവനക്ക് ആഹാഹാ റൊമ്പ കെട്ടവൻ. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം എൻ്റെ അടുത്ത് വന്നിട്ട് കമന്റ് ഇടാൻ പ്രിയ സഹോദരങ്ങളെ. മനസ്സിലാക്കിക്കോ. അതുപോലെ എന്തുവാ റീനയുടെ വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല തുലുക്കന്മാരുടെയും കൂടെയുള്ള ഫേക്ക് വീഡിയോകൾ ഇറക്കി കൊടുത്ത് വൈറലാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നവൻ തന്നെ കാലേവാരി അടിക്കും. റീന ഒന്നുമില്ലെങ്കിലും തുലുക്കന്മാരുടെ അടുത്ത് പോത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വല്ല യഹൂദനെയും ഉണ്ടെങ്കിൽ മോർഫ് ചെയ്ത് കയറ്റിക്കോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെറ്റകള് കുത്തു വീഡിയോ കണ്ട് മൈനന്മാരുടെ ബോധം പോവാതിരുന്നാൽ മതി. അതെ നന്ദകുമാർ പി നായർ ഇവന്മാര് കുത്തുനബിയുടെ ആൾക്കാരല്ലേ? അതേ ഉള്ളു ചിന്താഗതി മൊത്തവും തലച്ചോറിനകത്ത്. 72 കൂറിയെ എപ്പ കിട്ടും എന്ന് കാത്തിരിക്കുന്നവന്മാർക്ക് പിന്നെ ഭൂമിയിൽ ഇതല്ലാതെ വേറെന്തുണ്ട് ചിന്തിക്കാനായിട്ട്? ഇവന്മാരുടെ അണ്ടിക്ക് പകുതിയെ ഉറപ്പുള്ളൂ. ഇപ്പൊ അതും പോയി. അതാ ഇവന്മാർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല യെരുശലേമിൽ നിന്നും ഇങ്ങനെ തൂത്തുവാരി അടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട്. യുവമാര് വലിയ ആള് കളിച്ച് എല്ലാ പേജിനകത്തും കയറി ഇറങ്ങി പിടിക്ക ഇപ്പൊ വരാടാ ഇപ്പൊ തരാടാ എന്നൊക്കെ പറഞ്ഞിട്ട് വീരവാദം മുഴക്കി കയറി വരും. വീരവാദം മുഴക്കി കയറി വന്നിട്ട് അതേ ഉറപ്പോടുകൂടി സ്ട്രോങ് ആയിട്ട് ഇങ്ങോട്ട് കയറി വരുന്നത് യെരുശലേമിലോട്ട്. അപ്പോഴാ അടി അവരെ കുണ്ടിക്ക് കിട്ടി. മിസൈൽ എന്ന് പറയുന്നത് യെരുശലേമിൽ നിന്ന് വരുന്ന മിസൈലിന്റെ ആഘാതം അറിയില്ല മക്കളെ, നിങ്ങൾക്ക് അറിയില്ല. അതറിയണമെങ്കിൽ പോയി നിങ്ങളുടെ തള്ളാകൂനോടും കൊതമതിനോടും പോയി ചോദിക്കണം. ആകാശമണ്ഡലങ്ങളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാത്തവണ്ണം അടിച്ചു കയറ്റി വെച്ചിട്ടുണ്ട് അവിടെ രണ്ടെണ്ണത്തിനെയും. മനസ്സിലായോ? കോദാമാത് മനസ്സിലായോ? മുഹമ്മദ് എന്ന് പേരിട്ടാലല്ലേ ഉള്ളു പ്രശ്നം നിങ്ങൾക്ക്. നിങ്ങൾക്ക് പ്രശ്നം മുഹമ്മദ് എന്ന് പേരിട്ടാലല്ലേ ഉള്ളു പ്രശ്നം. കൊതമത് എന്ന് പേരിട്ടാൽ പ്രശ്നമില്ലല്ലോ. അപ്പൊ അവന് കൊതമത് എന്ന് തന്നെ ഇരിക്കട്ടെ, അതായിരിക്കും അവന് നല്ലത്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവന്മാരെ വിശ്വസിക്കാൻ കൊള്ളൂല. ഒരു കാലത്ത് ഇവന്മാരെ വിശ്വസിക്കരുത് നിങ്ങൾ. അത് നല്ലതിനല്ല എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളിപ്പോഴേ പ്രാപ്തരാകുക. എന്തുവാ തിരിച്ച് ഇവന്മാരോട് എതിർത്ത് നിന്ന് ശക്തി പ്രാപിച്ചെടുക്കുക. കാരണം ഇവന്മാര് എന്ന് പറയുന്ന ഈ വർഗം
ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല, നന്നാകത്തില്ല. നിങ്ങൾ നന്നാകുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട ഇവന്മാരെ. നാൾക്ക് നാൾ കഴിയും തോറും വേഴ്സ്റ്റ് ആയിക്കൊണ്ടിരിക്കും, മറ്റേ വേഴ്സ്റ്റ്. പറഞ്ഞാൽ മനസ്സിലായോ? അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ. പിന്നെ മോർഫ് ചെയ്തവൻ പോയോ? വീഡിയോ മോർഫ് ചെയ്തവൻ? അയ്യോ, എന്നാ പോട്ടെ. അപ്പം എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് എന്തുവാ, കാത്തിരിക്കുക. ഞാൻ സൂമിൽ വരണമെന്നുണ്ട്. സവാദ് എന്തായാലും സമാധിയായി. അതുകൊണ്ട് സൂമിൽ എനിക്ക് വരണമെന്നുണ്ട്. അപ്പം നമുക്ക് സൂമിൽ കാണാം. ഓക്കെ, ഞാൻ സൂമിൻ്റെ ലിങ്ക് ഇടാം. ശബത്ത് ഫോളോ ചെയ്യുന്നവർ മാത്രമേ സൂമുള്ളൂ. അത് ശബത്തിൻ്റെ കാര്യങ്ങൾ പറയുന്ന സൂമാണ്. ഇതുമായിട്ട് യാതൊരു ബന്ധവും ആ സൂമിലില്ല. അതുകൊണ്ട് സൂമിൽ എല്ലാവർക്കും പ്രവേശനമില്ല. ശബത്ത് ഫോളോ ചെയ്യുന്ന സ്ഥിരം കുറച്ച് ആളുകളുണ്ട്, അവർക്ക് മാത്രമുള്ളതാണ് സൂം. അതുകൊണ്ട് ശബത്ത് ഫോളോ ചെയ്യുന്നവർ അതിനകത്തോട്ട് പോവാ. അപ്പം എല്ലാവർക്കും ലഹിത്രോത്ത് ശബാത് ഷലോം.